മാസ്റ്റർ കെ അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോസ് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമ്മളുടെ MLTയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഗാൽവനിക് ആൻഡ് ഇലക്ട്രോളിറ്റിക് സെൽ ഇവരെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അവർ ഒരു എത്ര വരെ പഠിക്കണം എന്നൊരു ഐഡിയ നമുക്ക് തന്നിട്ടില്ല. ജസ്റ്റ് ഇലക്ട്രോ കെമിക്കൽ സെൽസ് അത് നിങ്ങൾ ഗാൽവനിക് സെല്ലും പിന്നെ അതേണക്ക് തന്നെ വോൾട്ടൈക് സെല്ലും ഇലക്ട്രോളിറ്റിക് സെല്ലും ഡിസ്കസ് ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഒരു +2 ലെവലും അതേ കണക്ക് തന്നെ കുറച്ച് ഡിഗ്രി ലെവലും കൂടെ ചേർത്തിട്ടായിരിക്കും നമ്മൾ, കാരണം +2ലാണ് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ മുൻനിർത്തിയായിരിക്കും നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്, മീൻസ് ക്വസ്റ്റ്യൻ പോകുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ഈ ഇലക്ട്രോ കെമിക്കൽ സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി കെമിക്കൽ എനർജി ആക്കി മാറ്റുകയും പിന്നെ അതിനൊക്കെ തന്നെ കെമിക്കൽ എനർജി ഇലക്ട്രിക് അങ്ങനെ 2 കൺവേർഷൻ നടത്തുന്ന സെല്ലുകളെയാണ് നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. അതിനകത്ത് ഗാൽവനിക് സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റിക്കോട്ടെ. ഓക്കെ, അതിനകത്ത് ഈ ഗാൽവാനിക് സെൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാൽവനിക് സെൽ ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റും. കെമിക്കൽ എനർജിയെ, അതായത് കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടും. അങ്ങനെയുള്ള സെല്ലുകളെയാണ് നമ്മൾ ഗാൽവാനിക് സെല്ലുകൾ എന്ന് വിളിക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഇവിടുത്തെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഓക്സിഡേഷനും റിഡക്ഷനുമാണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഇത് രണ്ടുമാണ് ആക്ച്വലി ഇവിടെ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കും, റിഡക്ഷൻ നടക്കും. ഇനി ഈ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ ആനോഡ് എന്ന് വിളിക്കുന്നത്. ആനോഡ്. റിഡക്ഷൻ നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ കാഥോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്നു, കാഥോഡിൽ റിഡക്ഷൻ നടക്കുന്നു. അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ എനർജിയെ നമ്മൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. പിന്നെ ഗാൽവാനിക് സെല്ലിൽ നമ്മുടെ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഓക്കെ, ഇനി റിഡക്ഷൻ നടക്കുന്ന കാഥോഡ് എന്ന് പറയുന്ന സ്ഥലം പോസിറ്റീവാണ്. റിഡക്ഷൻ നടക്കുന്ന കാഥോഡ് എന്ന് പറയുന്ന സ്ഥലം പോസിറ്റീവാണ്. പിന്നെ ഗാൽവാനിക് സെല്ലിൽ ഇലക്ട്രോൺ ഫ്ലോ വരുന്നത്, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ വരുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്, അതും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് എന്ത് ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത്. ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് ഫ്ലോ ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. സോ കറണ്ട് ഫ്ലോ നമുക്ക് വരുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണ്, അതും എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ്. പിന്നെ ഈ ഗാൽവനിക് സെല്ലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സ്പോണ്ടേനിയസ് റിയാക്ഷൻ തരുന്നൊരു സെല്ലാണ്. അതായത് നമ്മളുടെ ഹെൽപ്പ് ഇല്ലാതെ ഓട്ടോമാറ്റിക്കായിട്ട് റിയാക്ഷൻ, കാരണം കെമിക്കൽ എനർജി അവർ ഓക്സിഡേഷനും റിഡക്ഷനും നടന്ന് അത് ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തോളും? ഇലക്ട്രിസിറ്റിയെ പ്രൊഡ്യൂസ് ചെയ്തോളും. ഓക്കെ, അപ്പം ഇതാണ് ഗാൽവനിക് സെല്ലിനെ പറ്റി സംസാരിക്കാനുള്ളത്. പിന്നെ ഗാൽവനിക് സെല്ലിൽ ഒരു സാധനമുണ്ട്. ആ സാധനത്തിൻ്റെ പേര് ഇതാണ്, നിങ്ങൾ കേട്ട പേരായിരിക്കും ഇത് എവിടെയെങ്കിലും ഒക്കെ. ഇതിൻ്റെ പേര് സാൾട്ട് ബ്രിഡ്ജ് എന്നാണ്. ഗാൽവനിക് സെല്ലിലുള്ള സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത് 2 ഫങ്ഷൻസ് ചെയ്യാനാണ് സാൾട്ട് ബ്രിഡ്ജിനെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന്, സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. അതായത് സർക്യൂട്ട് കംപ്ലീറ്റ് അല്ലെങ്കിൽ നമുക്ക് റിയാക്ഷൻ നടക്കില്ല. ഇപ്പോൾ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷനാണ്. 2, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. 2 ഹാഫ് സെല്ലുകൾക്കിടയിൽ, ആനോഡും കാഥോഡും 2 പേർക്കും ഇടയിൽ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. ഈ 2 ഫംഗ്ഷനാണ് ആർക്കുള്ളത്? സാൾട്ട് ബ്രിഡ്ജിനുള്ളത്. ഓക്കെ, അപ്പം ഗാൽവനിക് സെല്ലിനെ പറ്റിയാണ് പറഞ്ഞത്. കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നു. കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷൻ വഴി ഉണ്ടാകുന്ന എനർജിയാണ്. ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ ഓക്സിഡേഷനും റിഡക്ഷനുമാണ്, അതായത് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡും റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡുമാണ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവും കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവുമാണ്. പിന്നെ ഇവിടെ ഇലക്ട്രോൺ ഫ്ലോ വരുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടും കറണ്ട് ഫ്ലോ വരുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടുമാണ്. അതായത് ഇലക്ട്രോൺസ് ആനോഡിൽ ഉണ്ടാകുന്നു, അത് കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഗാൽവനിക് സെല്ലിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, രണ്ടാമത്തത് നമ്മളുടെ ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇലക്ട്രോളിറ്റിക് സെൽ ഗാൽവനിക് സെല്ലിൻ്റെ ഓപ്പോസിറ്റാണ്. ആക്ച്വലി അവിടെ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ഫലമായിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു.
നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അതിൻ്റെ ബലമായിട്ട് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇലക്ട്രിസിറ്റി സപ്ലൈ ചെയ്യുന്നു, അതിൻ്റെ ബലമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി കൊടുക്കുന്നു, അതിൻ്റെ ബലമായിട്ട് കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടാകുന്നു. ഓക്കെ. പിന്നെ ഈ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോഴും നമുക്ക് അവിടെ ആനോഡും കാഥോഡും ഉണ്ട്. ഓക്കെ. ഇലക്ട്രിസിറ്റി കൊടുക്കുന്ന നമ്മൾ മെറ്റൽ റോഡുകളിലോട്ടാണ്, അവിടെയും നമുക്ക് ആനോഡും കാഥോഡും ഉണ്ട്. ഓക്കെ. പിന്നാണ് ഈ ആനോഡിലും കാഥോഡിലും ഓക്സിഡേഷൻ പ്രൊഡക്ഷനും ഒക്കെ നടന്നിട്ടാണ് നമുക്ക് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ പ്രൊഡക്ഷനും തന്നെയാണ്. അപ്പം ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ ആനോഡിലും കാഥോഡിലും കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നു, അതാണ് ഉദ്ദേശിക്കുന്നത്. ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷൻ തന്നെ, ഒരു മാറ്റവും ഇല്ല, ഓക്സിഡേഷൻ തന്നെ. കാഥോഡിൽ നടക്കുന്ന റിഡക്ഷൻ തന്നെ, മാറ്റമൊന്നുമില്ല, ഓക്സിഡേഷനും റിഡക്ഷനും തന്നെ. അതായത് നമ്മൾ ഏതെങ്കിലും ഒരാളെ എടുത്തിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, ആനോഡും കാഥോഡും അതിനകത്ത് കാണും. അപ്പോൾ ഇയാൾ പോസിറ്റീവ് നെഗറ്റീവായിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ആനോഡിലോട്ടോ കാഥോഡിലോട്ടോ മൂവ് ചെയ്തിട്ട് അവിടെ പോയി ഡെപ്പോസിറ്റ് ചെയ്യോ ലിബറേറ്റ് ചെയ്യോ ചെയ്യും. അറിയാവുന്നതാണ് നിങ്ങൾക്ക്. അപ്പം അതാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോളിറ്റിക് സെൽ എന്ന് പറയുന്നത്. ഇവിടെ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്, തിരിച്ചാണ്. അതായത് ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും ആണെങ്കിൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. പിന്നെ ഇതൊരു നോൺ സ്പോണ്ടേനിയസ് സെല്ലാണ്, അതായത് ഇതിന് സ്വന്തമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലേ സെല്ല് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഔട്ട്ലൈൻ പോലെ എനിക്ക് പറയാനുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷനാണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ. +2 ലെവലും ഡിഗ്രി ലെവലും കൂടെ ബേസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ എടുത്തിരുന്നത്. ഓക്കെ. ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം നമുക്ക്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മളുടെ ഇലക്ട്രോളിറ്റിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ക്വസ്റ്റ്യനാണ്. ഇത് നമ്മളുടെ +2 ലെവലാണ്, കാരണം ഫാരഡേസ് ലോ എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നൊരു ക്വസ്റ്റ്യനാണിത്. ഫാരഡേസിൻ്റെ ലോസ് എന്ന് പറയുന്നത് നമ്മളുടെ ഇലക്ട്രോളിറ്റിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇലക്ട്രോളിറ്റിക് സെല്ല് നമുക്ക് സിലബസിലുണ്ട്. അപ്പം എവിടം വരെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി, ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, ഗാൽവനിക്, ഇലക്ട്രോളിറ്റിക്, അത്രയും നമ്മുടെ അടുത്ത് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു +2 ലെവലെങ്കിലും നമ്മളൊന്ന് കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ. അപ്പം സിമ്പിളായിട്ടാണ് പറയുന്നത്, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഡിസൈഡ് എമൗണ്ട് ഓഫ് ചാർജ് ഫോർ ഒപ്റ്റെയിനിങ് 1 mol ഓഫ് AL ഫ്രം Al3+. അപ്പം ഇങ്ങനെയുള്ള എത്ര ചാർജ് വേണം എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, എത്ര ചാർജ് വേണമെന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, 1 mol ഇലക്ട്രോൺ ആണെങ്കിൽ 1 mol എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഈ 1 mol എന്ന് പറയുമ്പോൾ 6.022 × 10⁻23 അല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനല്ല. നിങ്ങളിതാ Na എന്ന് പറയുന്ന ആൾ Na+ ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കാം. Na എന്ന് പറയുന്ന ആൾ Na+ ആയിട്ട് മാറുമ്പോൾ 1 ഇലക്ട്രോൺ റിലീസ് ചെയ്യും. നിങ്ങൾ വിചാരിക്കും 1 ഇലക്ട്രോൺ ആണെന്ന്. അല്ല, തെറ്റാണ്. 1 ഇലക്ട്രോൺ അല്ല, ആക്ച്വലി 1 mol ഇലക്ട്രോൺ ആണ് ആക്ച്വലി അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സാർ അപ്പോൾ എന്നെയും 1 mol അല്ലേ എടുക്കേണ്ട? ആണ്, എന്നെ നമ്മൾ 1 mol എടുക്കുന്നത്. കാരണം എണ്ണയുടെ വെയിറ്റ് നമ്മൾ എടുക്കുന്നത് 23 ഗ്രാമാണ്. 23 ഗ്രാം എന്ന് പറയുന്നത് ഒരു മോൾ എണ്ണയുടെ വെയിറ്റാണ്, ഒരു എണ്ണയുടെ വെയിറ്റ് അല്ല. ഒരു എണ്ണ ആറ്റത്തിൻ്റെ വെയിറ്റ് 23 ഗ്രാം അല്ല, 1 മോൾ എണ്ണയുടെ വെയിറ്റാണ് 23 ഗ്രാം. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളെപ്പോഴും ഈ Cu2+ +2 ഇലക്ട്രോൺ, അങ്ങനെ 2 ഇലക്ട്രോൺ 3 ഇലക്ട്രോൺ എന്നൊക്കെ എഴുതുന്നില്ലേ, അത് ആക്ച്വലി 3 മോളാണ് അല്ലെങ്കിൽ 2 മോളാണ്. അപ്പം 1 മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജാണ് 1 ഫാരഡ് എന്ന് പറയുന്നത്. 1 ഫാരഡ്, നമ്മളതിനെ F എന്ന് വിളിക്കും, 1 ഫാരഡ്. ഓക്കെ. 1 മോൾ ഇലക്ട്രോൺ. അപ്പോൾ 1 ഇലക്ട്രോൺ ഉണ്ടായാൽ 1 ഫാരഡ് ചാർജ് എന്നാ. 2 ഇലക്ട്രോൺ ഉണ്ടായാൽ 2 ഫാരഡ്, 3 ഇലക്ട്രോൺ ഉണ്ടായാൽ 3 ഫാരഡ്, 10 ഇലക്ട്രോൺ ആണെങ്കിൽ 10 ഫാരഡ്. ഓക്കെ. ഈ ഫാരഡിന് ഒരു വാല്യൂ ഉണ്ട്. എത്ര കൂളോമ്പാ? 96. ചാർജിൻ്റെ യൂണിറ്റാണ് കൂളോമ്പ്. 1 ഫാരഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96,500 കൂളോമ്പാണ്. 96,500 കൂളോമ്പ്. ഇതെങ്ങനെ കിട്ടിയെന്നറിയാമോ? 1 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 × 10⁻23 ആണ് 1 മോൾ എന്ന് പറയുന്നത്. 1 മോൾ. അപ്പോൾ 1 മോൾ ഇലക്ട്രോൺ കൊണ്ടുപോകുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മോൾ എന്ന് പറയുമ്പോൾ 6. ഓരോ ഇലക്ട്രോണിനും ചാർജ് ഉണ്ട്. അപ്പോൾ ഈ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് മൊത്തത്തിൽ കൂട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് ടോട്ടൽ ചാർജ് ആവുന്നത്. 1 ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ്? 1.6 × 10⁻19 കൂളോം. ഇതാണ് 1 ഇലക്ട്രോണിൻ്റെ ചാർജ്. അങ്ങനെ 1 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് കൂട്ടിയെടുക്കണം. അതായത് 6.022 × 10⁻23 ഇലക്ട്രോൺസിൻ്റെ ചാർജ് എല്ലാവരുടെയും 1.6 ആണ്. അപ്പോൾ 6.022 × 10⁻23 വട്ടം ഈ 1.6 × 10⁻19 കൂട്ടിയെടുക്കണം. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 96,500 കൂളോം. അപ്പം 1 മോൾ ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് 96,500 കൂളോംബാണ്, അല്ലെങ്കിൽ 1 ഫാരഡാണ്. അപ്പോൾ ചാർജിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്:
ഡിസൈഡ് എമൗണ്ട് ഓഫ് ചാർജ് ഫോർ ഒബ്റ്റെയിനിങ് 1 mole ഓഫ് AL ഫ്രം AL3+. അതായത് AL3+ൽ നിന്നും എന്തുണ്ടാവണം? AL ഉണ്ടാവണം. AL3+ൽ നിന്ന് അതല്ലേ പറഞ്ഞേക്കുന്നത്, AL ഫ്രം AL3+ൽ നിന്നും AL ഉണ്ടാവുന്നു. ഇതിന് എത്ര ചാർജ് വേണമെന്നാണ് ക്വസ്റ്റ്യൻ. ഫാരഡ് അല്ല, ഫാരഡ് ചോദിച്ചാൽ ഇത് മാത്രം എഴുതിയാൽ മതി, ചാർജാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഇലക്ട്രോണിൻ്റെ എണ്ണം അറിയാമെങ്കിൽ ഈ ഫാരഡും അത് കണക്ക് തന്നെ കൂളോമ്പും എല്ലാം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ആദ്യം എത്ര ഇലക്ട്രോൺ വേണമെന്ന് നോക്കുക. ഓക്കെ, AL3+ AL ആയിട്ട് മാറാൻ എത്ര ഇലക്ട്രോൺ വേണം? 3 ഇലക്ട്രോൺ വേണം. സോ 3 ഇലക്ട്രോൺ ശരിയല്ലേ? ഒരു ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 1 mole ഇലക്ട്രോൺ, 2 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 2 mole ഇലക്ട്രോൺ, 3 ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ 3 mole ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ 3 mole ഇലക്ട്രോൺ ക്യാരി ചെയ്യുന്ന ചാർജ് എത്രയാണ്? 3 ഫാരഡ്. 1 mole ഇലക്ട്രോൺ 1 ഫാരഡ്, അപ്പോൾ 2 mole ഇലക്ട്രോൺ 2 ഫാരഡ്, 3 mole ഇലക്ട്രോൺ 3 ഫാരഡ്. പക്ഷേ ഫാരഡിലാണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്? അല്ല, നമുക്ക് കൂളോമ്പിലാണ് വേണ്ടത്. എന്നാണ് ക്വസ്റ്റ്യനകത്തെല്ലാം കൂളോമ്പാണ്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതാം? 1 ഫാരഡ് എന്ന് പറയുമ്പോൾ 9600, അപ്പോൾ 3 ഫാരഡോ? 3 × 96500 കൂളോം. 3 × 96500 കൂളും. അതെവിടെ? 3 × 96500 കൂളും ദാ കിടക്കുന്നു. 3 × 96500 കൂളും. ആൻസർ ഓപ്ഷൻ സി ആണ്. അപ്പം ചാർജ്, കൂളോമ്പ്, ഫാരഡ് ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ ഇലക്ട്രോണിൻ്റെ എണ്ണം വെച്ചിട്ട് കണ്ടുപിടിക്കും. ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണെന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്ര ഫാരഡ് ആണെന്നും എത്ര ഫാരഡ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എത്ര കൂളോമ്പാണെന്നും കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ടെൻഷൻ അടിക്കേണ്ട, ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹാഫ് സെൽ റിയാക്ഷൻസ് ആർ ഗിവൺ ബിലോ. ചില റിയാക്ഷൻ്റെ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ് റെസ്പെക്റ്റീവ്ലി ആർ. ഇതിനകത്ത് ആരൊക്കെയാണ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ്, സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻറ്റ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട. എല്ലാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് സ്ഥിരമായിട്ട് നമ്മളുടെ ഈ +2 എക്സാംസിന്, +2 ലെവൽ എക്സാംസിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഡിഗ്രി ലെവൽ എക്സാംസിനും ചോദിക്കുന്നുണ്ട്, PG ലെവൽ എക്സാംസിനും ചോദിക്കുന്നുണ്ട്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് തന്നെയാണിത്. കാരണം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ഇലക്ട്രോ കെമിസ്ട്രി എന്നൊക്കെ പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 60% കാര്യങ്ങൾ തന്നെ നമ്മൾ +2 ലെവലിൽ പഠിക്കുന്നുണ്ട്. ഒരു 60 to 50%, ഒരു പകുതിയോളം എന്ന് വേണമെങ്കിൽ പറയാം, നിങ്ങൾ +2 തന്നെ പഠിക്കുന്നുണ്ട്. പിന്നെ ഡിഗ്രിയിൽ നിങ്ങളൊരു 10 to 20% പഠിക്കും. പിന്നെ കുറച്ചും കൂടെ ഹയർ ലെവലിൽ നിങ്ങൾ PG ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ 50% തന്നെ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ ഒരു 10 to 20% ഞാൻ ഡിഗ്രി ലെവലിൽ അതിൻ്റെയും ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ബാക്കി PG ലെവലിൽ അത് കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് ഐസോട്ടോപ്പിക് എഫക്റ്റും പിന്നെ അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ വരും. പിന്നെ മീൻ അയോണിക് ആക്ടിവിറ്റി കോഎഫിഷ്യൻറ്റ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതും നമുക്ക് ഇവിടെ ഇല്ല. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ഇതേ രീതിയിലാണ് ഈ ബേസിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുന്നത്. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഓക്കെ, എന്തായാലും ഞാൻ എടുക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിക്കാം. ഇതിങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നിങ്ങൾ ആനോഡാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്. ആനോഡിൽ ഇതറിയാമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ നടക്കുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജന്റ് എന്നാണ്. റെഡ്യൂസിങ് ഏജന്റ് അല്ലെങ്കിൽ നമ്മൾ റിഡക്റ്റൻ്റ് എന്നും വിളിക്കും, അല്ലെങ്കിൽ റെഡ്യൂസിങ് പവർ ഇങ്ങനെയും പറയാം. അപ്പം ആനോഡ്, ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം, റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്റ്റൻ്റ്, റെഡ്യൂസിങ് പവർ. ഇതെല്ലാം ഇപ്പോൾ നിങ്ങളടുത്ത് റെഡ്യൂസിങ് ഏജൻറ്റ് ചോദിച്ചാൽ നിങ്ങൾ ആനോഡിനെ കണ്ടുപിടിച്ചാൽ മതി. റിഡക്റ്റൻ്റ് ചോദിച്ചാലും ആനോഡിനെ കണ്ടുപിടിച്ചാൽ മതി. റെഡ്യൂസിങ് പവർ ആർക്കാണ് കൂടുതലെന്ന് ചോദിച്ചാലും ആനോഡിനെ കണ്ടുപിടിച്ചാൽ മതി. ഇത് മനസ്സിലാക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ സൈഡിൽ കിടക്കുന്ന ആളെയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇതിലേതെങ്കിലും ഒന്നായിരിക്കും. മനസ്സിലായോ? ഇനി കാഥോഡ് എന്ന് പറയുന്ന റിഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. റിഡക്ഷൻ നടക്കുന്ന ആൾക്കാരെ നമ്മൾ ഏത് ഏജന്റ് എന്നാണ് വിളിക്കുന്നത്? ഓക്സിഡൈസിങ് ഏജന്റ് അല്ലേ? റെഡ്യൂസിങ് ഏജന്റിനെ റിഡക്റ്റൻ്റ് എന്നാണെങ്കിൽ ഓക്സിഡൈസിങ് ഏജന്റിനെ ഓക്സിഡന്റ്. ഏത് പവർ? ഓക്സിഡൈസിങ് പവർ.
ഇനി നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ അതെന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് ഏജൻറ്റ്. അപ്പം ഓക്സിഡൈസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കണം. ഓക്സിഡൈസിങ് ഏജൻറ്റ് അതായത് ആനോഡിനെ കണ്ടുപിടിക്കണം, കാഥോഡിനെയും കണ്ടുപിടിക്കണം, രണ്ടുപേരെയും കണ്ടുപിടിക്കണം. ഇനി ഇതിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പോൾ നമുക്ക് ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. ആ ഓക്സിഡൈസിങ് ഏജൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാഥോഡിനെ കണ്ടുപിടിക്കുക, റെഡ്യൂസിങ് ഏജൻറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ആനോഡിനെ കണ്ടുപിടിക്കുക. അപ്പോൾ ആരെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായി. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലെല്ലാം നിങ്ങൾ ഫസ്റ്റ് നോക്കേണ്ടത് ആനോഡിനെയാണോ കാഥോഡിനെയാണോ കണ്ടുപിടിക്കേണ്ടതെന്നാണ്. ആനോഡിനെയാണോ കാഥോഡിനെയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന റിയാക്ഷനകത്ത് എന്താണ് സംഭവിക്കുന്നത്, റിഡക്ഷനാണോ ഓക്സിഡേഷനാണോ സംഭവിക്കുന്നതെന്ന് ആദ്യം നോക്കുക. മോസ്റ്റ് കോമൺലി റിഡക്ഷൻ ആയിരിക്കും അവർ തരുന്നത്, ഓക്സിഡേഷൻ തരാറില്ല. ഓൾമോസ്റ്റ് എല്ലാ കേസിലും റിഡക്ഷൻ തന്നെയാണ്. ഓക്കെ, നോക്കാം. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ റിഡക്ഷൻ മനസ്സിലാക്കാം. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ്. ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോൺ വന്നാൽ റിഡക്ഷനും റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺ വന്നാൽ ഓക്സിഡേഷൻ. അതായത് ആരോയ്ക്ക് ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോൺ വന്നാൽ റിഡക്ഷനും റൈറ്റ് സൈഡിൽ ഇലക്ട്രോൺ വന്നാൽ ഓക്സിഡേഷൻ. അങ്ങനെ മനസ്സിലാക്കാം. ഇനി ഇലക്ട്രോൺ ഇല്ലെങ്കിൽ ചാർജ് നോക്കാം. മുകളിലത്തെ ചാർജ് കുറയുകയാണെങ്കിൽ റിഡക്ഷനും ചാർജ് കൂടുകയാണെങ്കിൽ ഓക്സിഡേഷനും. ആദ്യം നമുക്ക് ഇലക്ട്രോൺ വെച്ച് നോക്കാം. ഈ റിയാക്ഷനിലെല്ലാം ഇലക്ട്രോൺ വന്നിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ തന്നിരിക്കുന്ന എല്ലാം റിഡക്ഷനാണ്. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ റിഡക്ഷനും എൽ ആർ എന്ന് പഠിച്ചാൽ മതി. റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഓക്സിഡേഷനും ഒ ആർ എന്ന് പഠിച്ചാൽ മതി. എൽ ആറും ഒ ആറും. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ റിഡക്ഷനും റൈറ്റ് സൈഡിൽ വരുമ്പോൾ ഓക്സിഡേഷൻ, എൽ ആറും ആർ ഒയും. ഓക്കെ, ഇനി ചാർജ് വെച്ച് നോക്കാം. അതായത് നോക്കിക്കേ, ഇവിടുത്തെ എഫിൻ്റെ ചാർജ് 0 അല്ലേ, ഒന്നുമില്ല. 0 എന്തായിട്ട് മാറുന്നു? മൈനസ് ആയിട്ട് മാറുന്നു. ഇവിടെ എഫ് മൈനസ് ആയി. 0 മൈനസ് ആകുന്നു, കുറയുന്നു. കുറഞ്ഞാൽ റിഡക്ഷൻ, കൂടിയാൽ ഓക്സിഡേഷൻ. ഇവിടെയും 0 മൈനസ് ആയിട്ട് മാറുന്നു, കുറയുന്നു, റിഡക്ഷൻ. 0 മൈനസ് ആയിട്ട് മാറുന്നു, റിഡക്ഷൻ. 0 മൈനസ് ആയിട്ട് മാറുന്നു, റിഡക്ഷൻ. എല്ലാം റിഡക്ഷൻ തന്നെ. ഓക്കെ, ഇതെന്തിനാണെന്നറിയാം? എല്ലാം റിഡക്ഷൻ ആണോ ഓക്സിഡേഷൻ ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്. കണ്ടുപിടിച്ചാലേ നമുക്ക് ആനോഡിനെയും കാഥോഡിനെയും ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതേപോലുള്ള ഏത് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ പാറ്റേൺ തന്നെയാണ് എല്ലാവർക്കും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ആനോഡിനെയാണോ കാഥോഡിനെയാണോ കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമുക്ക് മനസ്സിലായി ആനോഡിനെയാണോ, രണ്ടുപേരെ നമ്മൾ കണ്ടുപിടിക്കണം. ആനോഡിനെ കണ്ടുപിടിക്കണം, കാഥോഡിനെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് ആരെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നിരിക്കുന്ന റിയാക്ഷൻ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നോക്കാം. അപ്പോൾ നമ്മൾ നോക്കാൻ നേരത്ത് രണ്ട് രീതിയിൽ നോക്കാം. ഒന്നില്ലെങ്കിൽ ഇലക്ട്രോൺ വെച്ചിട്ട് അല്ലെങ്കിൽ ചാർജ് വെച്ചിട്ട്. ഇലക്ട്രോൺ എല്ലാം ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റിഡക്ഷൻ, റൈറ്റ് സൈഡിലാണെങ്കിൽ ഓക്സിഡേഷൻ. ചാർജ് വെച്ചിട്ടാണെങ്കിൽ മുകളിലത്തെ ചാർജ് നോക്കുക. കൂടുകയാണെങ്കിൽ ഓക്സിഡേഷൻ, കുറയുകയാണെങ്കിൽ റിഡക്ഷൻ. ഓക്കെ, ഇവിടെ നമുക്ക് കുറയുകയും ചെയ്യുന്നുണ്ട്. ഇലക്ട്രോൺ ലെഫ്റ്റ് സൈഡിലുമാണ്, റിഡക്ഷനാണ്. റിഡക്ഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ശ്രദ്ധിക്കണേ, റിഡക്ഷനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഓക്കെ, വലിയ വാല്യൂസ് മീൻസ് ലാർജ് വാല്യൂസ് കാഥോഡായിരിക്കും. ഓക്കെ, ഏറ്റവും വലിയ വാല്യൂവിനെ കാഥോഡാക്കുക, പിന്നെ സെക്കൻഡ് കാഥോഡ്, തേർഡ്, അങ്ങനെ. ഓക്സിഡേഷൻ ആണ് എല്ലാം തന്നിരിക്കുന്നതെങ്കിൽ വലിയ വാല്യൂവിനെ ആനോഡാക്കുക. കാരണം റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡാണ്. അപ്പം വലിയ വാല്യൂവിനെ കാഥോഡാക്കുക. ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡാണ്. അപ്പം വലിയ വാല്യൂവിനെ ആനോഡാക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തന്നിരിക്കുന്നെല്ലാം റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ കാഥോഡ്, തന്നിരിക്കുന്നെല്ലാം ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂ ആനോഡ്. ഇപ്പോൾ തന്നിരിക്കുന്നെല്ലാം റിഡക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് വലിയ വാല്യൂവിനെ കാഥോഡാക്കുക. ഇതിനകത്ത് ഏതാ വലിയ വാല്യൂ? പ്ലസ് 2.58. ഇതിനകത്ത് ഏതാ വലിയ വാല്യൂ? പ്ലസ് 2.58 അല്ലേ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാഥോഡ്. കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ, കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ. ഇനി അടുത്ത വലിയ വാല്യൂ ഏതാ? 1.36 അല്ലേ. ഇതാണ് സെക്കൻഡ് കാഥോഡ്, കാഥോഡാകാൻ ചാൻസ് കൂടിയ രണ്ടാമത്തെ ആൾ. ഇനി ബാക്കി രണ്ട് വാല്യൂസിൽ വലുത് ഏതാ? 1.06. ഇതാണ് തേർഡ് കാഥോഡ്, കാഥോഡാകാൻ ഏറ്റവും ചാൻസ് മൂന്നാമത്തെ ചാൻസ് ഉള്ള ആൾ. ഇതാണ് ഫോർത്ത് കാഥോഡ്, കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ. ഓക്കെ, ഇനി കാഥോഡാകാൻ ചാൻസ് കൂടിയ ആൾ, ആനോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ. ഒന്ന് മറ്റേതാവാൻ ചാൻസ് കൂടുതലാണെങ്കിൽ രണ്ടാമത്തെ ആളാവാൻ ചാൻസ് എന്തായാലും കുറവായിരിക്കും. ഇത് കാഥോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ, കാഥോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ, ആനോഡാകാൻ ചാൻസ് കൂടിയ ആൾ. അപ്പോൾ ഇതിനകത്ത് ആനോഡാകാൻ ചാൻസ് കൂടുതൽ ആരാണ്? കാഥോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ. അപ്പോൾ ഇതായിരിക്കും ആനോഡാകാൻ ചാൻസ് കൂടിയ ആൾ. ഞാനതിനെ ഫസ്റ്റ് ആനോഡെന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ബാക്കി എഴുതണ്ടല്ലോ. ഇതെന്തോ ഫസ്റ്റ് കാഥോഡ് മീൻസ് ഇത് ലാസ്റ്റ് ആനോഡ്, ആനോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ. ശരിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്തുവായിരുന്നു? ആദ്യം ഓക്സിഡൈസിങ് ഏജൻറ്റ് കണ്ടുപിടിക്കാം.
ഓക്സിഡൈസിങ് ഏജൻറ്റ് പറയുമ്പോൾ കാഥോഡിനെ കണ്ടുപിടിക്കണം. ഇതിനകത്ത് കാഥോഡാകാൻ ചാൻസ് കൂടിയ ആളാരാ? ഇതാ ഈ ഒന്നാമത്തെ ആള് കാഥോഡാകാൻ ചാൻസ് കൂടിയ ആള്, ശരിയല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, പക്ഷേ അതിനകത്ത് 2 പേരുണ്ട്. നിങ്ങൾ നോക്കിക്കേ, F2 ഉണ്ട്, F- ഉണ്ട്. അതാണ് നമ്മുടെ പ്രശ്നം. 2 പേരുണ്ട് അവിടെ, F2 ഉണ്ട്, F- ഉണ്ട്. ഓക്കെ, ഇതിലാരെയും നിങ്ങൾ ചൂസ് ചെയ്യണം. കാരണം ക്വസ്റ്റ്യനകത്ത് F2 മാത്രമേ ഉള്ളൂ, F- ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിൽ ചൂസ് ചെയ്യാം. വേണ്ട, എന്നാലും നമുക്ക് നോക്കാം. സപ്പോസ് ഇത് F- ആണെന്ന് വിചാരിക്കാം. അപ്പോൾ F2 ഉണ്ട്, F- ഉണ്ട്. അപ്പോൾ ചൂസ് ചെയ്തില്ലേ പറ്റൂ, നോക്കാം. അപ്പോൾ ഇതിനകത്ത് ആരായിരിക്കും ഏറ്റവും വലിയ വാല്യൂ? ഇതാണ് ഏറ്റവും വലിയ വാല്യൂടെ നമ്മൾ കാഥോഡാക്കി. കാരണം തന്നിരിക്കുന്നെല്ലാം റിഡക്ഷനാണ്. പിന്നെ സെക്കൻഡ് കാഥോഡ്, തേർഡ് കാഥോഡ്, ഫോർത്ത് കാഥോഡെന്നാക്കി. കാഥോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ, ആനോഡാകാൻ ചാൻസ് കൂടിയ ആൾ, അതിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതാണ് നമ്മുടെ കാഥോഡാകാൻ ചാൻസ് കൂടിയ ആൾ. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതിനെ സ്ട്രോങ്ങസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആളെ കണ്ടുപിടിക്കുക. ഇതാണ് കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ. പക്ഷേ അതിനകത്ത് 2 പേരുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് കാഥോഡിൽ എന്തോ നടക്കുന്നത്? റിഡക്ഷൻ. നമുക്ക് തന്നിരിക്കുന്നത് റിഡക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഇതാ ആദ്യത്തെ ആളെ ചൂസ് ചെയ്യാം. തന്നിരിക്കുന്നത് ഓക്സിഡേഷൻ ആണെങ്കിൽ രണ്ടാമത്തെ ആളെ ചൂസ് ചെയ്യാം. അങ്ങനെ കൺഫ്യൂഷൻ ആവണ്ട. ഇതിൽ ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? ഇപ്പം നമ്മൾ കാഥോഡിനാണല്ലോ ചൂസ് ചെയ്യുന്നത്. ഇതിൽ ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? അതാ F2 F- ആയിട്ട് മാറുന്നു. അങ്ങോട്ട് നടക്കുന്നതാണ് റിഡക്ഷൻ, അല്ലേ? കാരണം ഇലക്ട്രോൺ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് നടക്കുന്നതാണ് റിഡക്ഷൻ. അപ്പോൾ തിരിച്ച് നടക്കുന്നത് ഓക്സിഡേഷനാണ്. അത് നിങ്ങൾ നോക്കിക്കേ, എഫിൻ്റെ ചാർജ് 0, ഇതിൻ്റെ ചാർജ് -0 ആയിട്ട് മാറുന്നു, കുറയുന്ന പ്രോസസ്സ് റിഡക്ഷൻ. തിരിച്ചുള്ള പ്രോസസ്സോ -0 ആവുന്നു. -0 എന്ന് വെച്ചാൽ കൂടുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ. അപ്പോൾ തിരിച്ചുള്ളത് ഓക്സിഡേഷനാണ്, അങ്ങോട്ടുള്ളതാണ് റിഡക്ഷൻ. അപ്പോൾ അങ്ങോട്ട് പോകാൻ ഉള്ളതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, F2-ലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ F2 ആണ്. F2. ഓക്കെ, ഇനി രണ്ടാമത്തെ നോക്കാം. സ്ട്രോങ്ങസ്റ്റ് റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുമ്പോൾ ആനോഡിനെ ചൂസ് ചെയ്യുക. ഇതിലേതാ ബെറ്റർ ആനോഡ്? ഇതാ ഈ 4th വൺ. ശരിയാണോ? 4th വൺ ആനോഡ്, ബെറ്റർ ആനോഡ്. കാരണം ഏറ്റവും കാഥോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ അയാളാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആനോഡാകാൻ ചാൻസ് കൂടിയ ആളും അയാളാണ്. ഓക്കെ, ഇനി നമുക്ക് ചൂസ് ചെയ്യാം. ഇതിനകത്ത് ആരെ നിങ്ങൾ ചൂസ് ചെയ്യണം? നമുക്ക് 2 പേരുണ്ട്. ഇതാ I2 ഉണ്ട്, I- ഉണ്ട്. ഇതിൽ 2 പേരിൽ ആരെ ചൂസ് ചെയ്യും? അപ്പോഴാണ് നിങ്ങൾ നോക്കേണ്ടത്, ഇവിടെ എടുക്കേണ്ടത് ഓക്സിഡേഷനാണ്. അപ്പോൾ നോക്കാം, ഇതാ ഇവിടെ 0- ആയിട്ട് മാറുന്നു. ഇത് 0- എന്ന് വെച്ചാൽ കുറയുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. നമുക്ക് ഓക്സിഡേഷനാണ് വേണ്ടത്. കാരണം നമ്മൾ കണ്ടുപിടിക്കുന്ന റെഡ്യൂസിങ് ഏജൻറ്റ് ആനോഡാണ്. അപ്പോൾ ഓക്സിഡേഷനാണ് വേണ്ടത്. തിരിച്ച് നടക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പോൾ നിങ്ങൾ I2-നെ എടുക്കരുത്. ആരെ എടുക്കാവൂ? I- എടുക്കാവൂ. അപ്പോൾ നമുക്ക് F2-ഉം വരും, I- വരും. ആൻസർ ഓപ്ഷൻ എ ആണ്, F2-ഉം I-. അപ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കിയ ക്വസ്റ്റ്യൻ, ഇത് കുറച്ച് ടഫായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ടുള്ളത് കുറച്ചും കൂടെ സിമ്പിളാണ്. ടഫ് ഞാൻ ആദ്യം ചെയ്തതേ ഉള്ളൂ. അപ്പോൾ സിമ്പിൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ആദ്യം തന്നിരിക്കുന്ന വാല്യൂസ് നോക്കുക. ആദ്യം ഇത് മനസ്സിലാക്കുക, ആനോഡിനെയാണോ കാഥോഡിനെയാണോ കണ്ടുപിടിക്കേണ്ടതെന്ന് ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ ഐഡിയ. ആനോഡിനെ കണ്ടുപിടിക്കണോ കാഥോഡിനെ കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഐഡിയ എന്ന് പറഞ്ഞത് ആനോഡിനെയും അതിൽ ആരെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ തന്നിരിക്കുന്നത് നോക്കാം. 2 രീതിയിൽ നോക്കാം. ഇലക്ട്രോൺ വെച്ച് നോക്കാം, ചാർജ് വെച്ച് നോക്കാം. ഇലക്ട്രോൺ മിക്ക കേസിലും കാണാറില്ല, അതുകൊണ്ട് ഇലക്ട്രോൺ വെച്ച് നോക്കുന്നത് നമുക്ക് അങ്ങനെ നടക്കാറില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രോൺ ഉണ്ട്. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ റിഡക്ഷൻ, റൈറ്റ് സൈഡിലാണെങ്കിൽ ഓക്സിഡേഷൻ. ഇനി ചാർജ് വെച്ച് നോക്കാം, മുകളിലത്തെ ഡിഫറൻസ്. മുകളിൽ ഒന്നുമില്ലെങ്കിൽ 0 കൊടുക്കുക. അപ്പോൾ 0 ആ ഡിഫറൻസ് നോക്കിയിട്ട് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന് ചൂസ് ചെയ്യാം. റിഡക്ഷൻ ആണെങ്കിൽ വലിയ വാല്യൂ എല്ലാം കാഥോഡാക്കുക, ഓക്സിഡേഷൻ ആണെങ്കിൽ വലിയ വാല്യൂ എല്ലാം ആനോഡാക്കുക. ഓക്കെ, പിന്നെ താഴെ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നില്ല റിഡക്ഷനാണ്. മിക്ക കേസിലും റിഡക്ഷനെ തിരുത്തോളും. വലിയ വാല്യൂടെ നിങ്ങൾ എന്താക്കി? കാഥോഡാക്കി. അതിനകത്ത് ഫസ്റ്റ് കാഥോഡ്, സെക്കൻഡ് കാഥോഡ്, തേർഡ് കാഥോഡ്, ഫോർത്ത് കാഥോഡ് എന്ന് ക്ലാസിഫൈ ചെയ്തു. അതിൽ കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ, ആനോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ, അതും കണ്ടുപിടിച്ചു. പിന്നെ ഈ ഓക്സിഡൈസിങ് ഏജൻറ്റിൽ നമ്മൾ കാഥോഡിനാണ് എടുക്കുന്നത്. അപ്പോൾ കാഥോഡിനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇതാണ് ബെറ്റർ കാഥോഡ്, ഫസ്റ്റ് കാഥോഡ്. അതിനെ കണ്ടുപിടിച്ചു. പക്ഷേ അതിനകത്ത് 2 പേരുണ്ട്. കാഥോഡ് ആയതുകൊണ്ട് റിഡക്ഷൻ നടക്കുന്ന ആളെ എടുക്കാവും. റിഡക്ഷൻ നടക്കുന്ന ആൾ F2 ആണ്. കാരണം ഇങ്ങോട്ടാണ് റിഡക്ഷൻ, ഇത് ഓക്സിഡേഷനാണ്. അപ്പോൾ റിഡക്ഷൻ നടക്കുന്നത് F2 ആണ്. പിന്നെ രണ്ടാമതായിട്ട് ആനോഡിനെ കണ്ടുപിടിച്ചതായി ഇത്. ആനോഡിൽ ഓക്സിഡേഷൻ നടക്കുന്ന ആളെയാണ് വേണ്ടത്. ഇങ്ങോട്ട് നടക്കുന്ന റിഡക്ഷനും ഇങ്ങോട്ട് നടക്കുന്ന ഓക്സിഡേഷനാണ്. അപ്പോൾ ഇയാളെ വേണം ചൂസ് ചെയ്യാൻ. ചൂസ് ചെയ്തു ആൻസർ എഴുതി. ആൻസർ ഓപ്ഷൻ എ ആണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രോലൈറ്റ് വെൻ ഡിസോൾവ് ഇൻ വാട്ടർ
ഡിസോസിയേറ്റ് ഇൻ ടു അയോൺസ് ബിക്കോസ്, അതായത് നമ്മൾ ഇലക്ട്രോലൈറ്റിനെ വെള്ളത്തിലിട്ടാൽ അവർ അയോൺസ് ആയിട്ട് മാറാനുള്ള കാരണം എന്താണ്? ഒന്ന്, ദേ ആർ അൺസ്റ്റേബിൾ, അവർ അൺസ്റ്റേബിൾ ആണ്. രണ്ട്, ദ വാട്ടർ ഡിസോൾവ്സ് ഇറ്റ്, വാട്ടർ അതിനെ ഡിസോൾവ് ചെയ്യുന്നു. മൂന്ന്, ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇൻക്രീസസ്. ഓക്കെ. നാല്, ദ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആർ ബ്രോക്കൺ ഡൗൺ ബൈ വാട്ടർ. അപ്പോൾ സപ്പോസ് ഞാൻ വെള്ളം എടുക്കുന്നു, വെള്ളത്തിനകത്തോട്ട് ഞാൻ NaCl ആഡ് ചെയ്യുന്നു. NaCl വെള്ളത്തിൽ ചെന്നിട്ട് Na+ഉം Cl- ആയിട്ട് മാറുന്നു. ഓക്കെ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ മാറുന്നത്? ഇതിന് ഈ വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് ഇവർക്കിടയിൽ എന്തുണ്ടായിരുന്നു? ബോണ്ട് ഉണ്ടായിരുന്നു. വെള്ളത്തിൽ വീണപ്പോൾ ആ ബോണ്ട് ഇല്ലാത്തപ്പോഴല്ലേ അത് Na+ഉം Cl- ആയിട്ട് മാറിയത്. അപ്പോൾ ബോണ്ടാണല്ലോ അവിടെ ബ്രേക്ക് ആയത്. ആണ് ദ ഫോഴ്സ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആർ ബ്രോക്കൺ ഡൗൺ ബൈ വാട്ടർ. അതായത് അവർക്കിടയിലുള്ള ബോണ്ട് വെള്ളം എന്ത് ചെയ്യുന്നു? ബ്രേക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് അവർ Na+ഉം Cl- ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദേ ആർ അൺസ്റ്റേബിൾ എന്ന് പറയാൻ പറ്റത്തില്ല. ഉപ്പ് അൺസ്റ്റേബിൾ അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ കോമൺ സാൾട്ട്. പിന്നെ വാട്ടർ ഡിസോൾവ്സ് ഇറ്റ്, വാട്ടർ ഒരിക്കലും അതിനെ ഡിസോൾവ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബ്രേക്ക് ഡൗൺ ചെയ്ത് അയോൺസ് ആക്കി മാറ്റിയിട്ട് ഡിസോൾവ് ചെയ്യത്തുള്ളൂ. ദ ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ഇൻക്രീസസ്, റിപ്പൾഷൻ അല്ല കൂടുന്നത്. ആക്ച്വലി ഇവരെ നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ടാലും ഉപ്പ് അയോൺസ് ആയിട്ട് മാറത്തില്ല, Na+ഉം Cl-ഉം. ഇനി സപ്പോസ് എപ്പോഴെങ്കിലും ഇവർ അടുത്തടുത്ത് വന്നാൽ പിന്നെ ഇവർ അടുത്തടുത്തങ്ങ് നിൽക്കും. പക്ഷേ NaCl ആയിട്ട് മാറാൻ വെള്ളം സമ്മതിക്കത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ അടുത്ത് വന്ന് ഇങ്ങനെ അനങ്ങാതെ നിൽക്കും. അതിനെയാണ് നമ്മൾ അയോണിക് ഡബ്ലറ്റ് എന്ന് വിളിക്കുന്നത്. ഡബ്ലറ്റ് മനസ്സിലായോ? അതായത് ഈ Na+ഉം Cl- ഇങ്ങനെ വെള്ളത്തിൽ ഒരു 10 NaCl വെള്ളത്തിൽ ഇട്ടെന്ന് വിചാരിക്കും. അപ്പോൾ 10 Na+ഉം 10 Cl- ആയിട്ട് മാറി. ഈ 10 Na+ൽ ആരെങ്കിലുമൊക്കെ Cl- അടുത്ത് പോയി നിൽക്കും Na+. പക്ഷേ ഈ NaCl അടുത്ത് പോയാൽ ഓപ്പോസിറ്റ് ചാർജാണ്. അപ്പോൾ അട്രാക്ട് ചെയ്യുക വേണ്ടത്, അട്രാക്ട് ചെയ്യും. പക്ഷേ അട്രാക്ട് ചെയ്ത് NaCl ആയിട്ട് മാറാൻ വെള്ളം സമ്മതിക്കത്തില്ല. വെള്ളം അത് ബ്രേക്ക് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക, വെള്ളം സമ്മതിക്കത്തില്ല അതിന്. അപ്പോൾ അവരിങ്ങനെ ചേർന്ന് നിൽക്കും. അതിനെയാണ് നമ്മൾ ഈ അയോണിക് ഡബ്ലറ്റ് എന്നത്. ആക്ച്വലി ദോഷമാണ് നമുക്ക്, കാരണം കണ്ടക്ടിവിറ്റിയൊക്കെ കുറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. രണ്ട്, മോൾട്ടൺ NaCl കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ്. എന്തുകൊണ്ടാണ് മോൾട്ടൺ NaCl ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്? എന്തിൻ്റെ പ്രസൻസിലാണ് മോൾട്ടൺ NaCl ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. മോൾട്ടൺ NaCl. ഓക്കെ, നോക്കാം. ഫ്രീ ഇലക്ട്രോൺസ്, ഫ്രീ മോളിക്യൂൾസ്, ഫ്രീ അയോൺസ്, ആറ്റംസ് ഓഫ് Na ആൻഡ് Cl. അപ്പോൾ എപ്പോഴും ആലോചിക്കുക നിങ്ങൾ, മോൾട്ടൺ NaCl എന്ന് പറഞ്ഞ അയോണിക് കോമ്പൗണ്ടാണ്. അവർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ കാരണം എന്ത് തന്നെയാണ്? അയോൺസ് തന്നെയാണ്, ഫ്രീ അയോൺസ്. വെറും NaCl അല്ല, മോൾട്ടൺ ഉരുകിയ NaCl ആണ്. ഉരുകിയ NaCl Na+ഉം Cl- ആയിട്ട് മാറുന്നുണ്ട്. അവരാണ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. ഈ ഫ്രീ ഇലക്ട്രോൺസ് വരുന്നത് മെറ്റൽസിൻ്റെ കേസിലാണ്. മെറ്റൽസ് ആണ് ഇലക്ട്രോൺ വഴി കണ്ടക്ട് ചെയ്യുന്നത്. പിന്നെ ഫ്രീ മോളിക്യൂൾസ് അല്ല, ആറ്റംസ് ഓഫ് ആറ്റംസ് ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. നമുക്ക് രണ്ട് ടൈപ്പ് കണ്ടക്ടിവിറ്റിയാണ് വരുന്നത്. ഒന്ന് മെറ്റാലിക് കണ്ടക്ടൻസ്. മെറ്റൽസ് നമുക്കറിയാലോ, മെറ്റൽസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. നിങ്ങൾക്കറിയാലോ, മെറ്റൽസിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. അതൊന്നാമത്തെ കേസ്. മെറ്റൽസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ മെറ്റൽസിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന ആരാണെന്നറിയാമോ? ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിന് ഇലക്ട്രോണിക് കണ്ടക്ടൻസ് എന്ന് വിളിക്കും. ഇലക്ട്രോണിക് കണ്ടക്ടൻസ്. രണ്ടാമത്തത് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസ് ആണ്. മീൻസ് വെള്ളത്തിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്നത്. പ്യുവർ വെള്ളമൊന്നും കറണ്ടിനെ കടത്തി വിടത്തില്ല. പ്യുവർ വെള്ളം കറണ്ടിനെ കടത്തി വിടണമെങ്കിൽ വെള്ളത്തിനകത്ത് അയോൺസ് വേണം. വെള്ളത്തിനകത്ത് അയോൺസിനെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടൻസ്, ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. അതായത് പ്യുവർ വെള്ളത്തിൽ അയോൺസ് ഇല്ല. അപ്പോൾ നമ്മൾ അതിനകത്ത് NaCl ആഡ് ചെയ്യുന്നു. അപ്പം Na+ഉം Cl- ആയിട്ട് മാറും. അപ്പോൾ അയോൺസ് ഉണ്ടായി. ആ സൊല്യൂഷനെ വിളിക്കുന്ന പേര് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനാണ്. ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്ത സൊല്യൂഷൻ. അപ്പോൾ എന്ത് ഇലക്ട്രോലൈറ്റ്? അയോൺസിനെ ഉണ്ടാക്കാൻ നമ്മൾ ആഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇലക്ട്രോലൈറ്റ്. ഇപ്പോൾ വെള്ളം അയോൺസ് ഇല്ല, NaCl ആഡ് ചെയ്തു, അയോൺസ് ഉണ്ടായി. അപ്പോൾ ആ NaCl ഒരു ഇലക്ട്രോലൈറ്റ്. ഓക്കെ. ഇനി ഇവരുടെ കണ്ടക്ടൻസ് കാണാം അയോൺസ് ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ അയോണിക് കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ഇലക്ട്രോലൈറ്റിക് സെൽ ദ ആനോഡ് ആൻഡ് കാഥോഡ് ആർ റെസ്പെക്റ്റീവ്ലി റെപ്രസെൻറ്റഡ് അസ്. ആനോഡിൻ്റെയും കാഥോഡിൻ്റെയും റെപ്രസെൻറ്റേഷൻ.
ആനോഡ് എന്ന് പറയും ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഏത് സെല്ല, ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇലക്ട്രോളിറ്റിക് സെല്ല് ആനോടെന്ന് പറയുന്നത് പോസിറ്റീവും കാതോടെന്ന് പറയുന്നത് നെഗറ്റീവുമാണ് അല്ലേ. ആനോഡ് പോസിറ്റീവും കാതോഡ് നെഗറ്റീവും. ഓക്കെ, ആനോഡും കാതോഡും. ആനോഡ് എന്ത് ഇലക്ട്രോഡാണെന്നാണ് പറഞ്ഞത്, പോസിറ്റീവും, കാതോഡ് എന്തുവാ, നെഗറ്റീവ്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ് ഇലക്ട്രോഡ് നെഗറ്റീവ് ഇലക്ട്രോഡ്. തിരിച്ചാണെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ്, അതായത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്, ഗാൽവനിക് സെല്ലാണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് പോസിറ്റീവ്, ആനോഡ് നെഗറ്റീവും കാതോഡ് പോസിറ്റീവ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാതോഡ് നെഗറ്റീവ്. തിരിച്ചാണ് ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് കാതോഡ് പോസിറ്റീവ്, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ് കാതോഡ് നെഗറ്റീവ്, അങ്ങോട്ടും ഇങ്ങോട്ടും. Next, in electrolysis oxidation takes place at ഇലക്ട്രോളിസിസിൽ ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം. ഇലക്ട്രോളിസിസ് അല്ല, എന്തായാലും ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലം ആനോഡാണ്. സോ ഇറ്റ്സ് ആനോഡ്. ആനോഡിലാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, കാതോഡിൽ റിഡക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം റിഡക്ഷൻ പൊട്ടൻഷ്യലാണ് തന്നേക്കുന്നത്. Reduction potential of A, B and C. A, B and C. ഓക്കെ, ഏതൊക്കെയാ? എ ബിയുടെ പ്ലസ് 0.68 വോൾട്ട് ആണ്. വോൾട്ട് പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ്. മൈനസ് 2.50 വോൾട്ട്. ഓക്കെ, ദെൻ മൈനസ് 0.50 വോൾട്ട്. ഓക്കെ, പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന 3 ആൾക്കാരുടെ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ ഓർഡർ ഓഫ് റെഡ്യൂസിങ് പവർ. ഓക്കെ, റെഡ്യൂസിങ് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. റെഡ്യൂസിങ് പവർ. അപ്പോൾ ഈ റെഡ്യൂസിങ് പവർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ റെഡ്യൂസിങ് പവർ വെച്ചിട്ട് ആനോഡാണോ കാതോഡാണോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റെഡ്യൂസിങ് പവർ നോക്കാം. റെഡ്യൂസിങ് പവർ ഇതാ കിടക്കുന്നു. റെഡ്യൂസിങ് പവർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആനോഡിനെയാണ്. റെഡ്യൂസിങ് പവർ ആനോഡിനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കണ്ടുപിടിക്കേണ്ട ആരെയാണെന്ന് കിട്ടി, ആനോഡിനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. റെഡ്യൂസിങ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ്. ഇനി നോക്കേണ്ടത് ക്വസ്റ്റ്യനകത്ത് നോക്കുക, തന്നിരിക്കുന്ന വാല്യൂസ് ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ നോക്കുക. തന്നിരിക്കുന്ന വാല്യൂസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് നോക്കാൻ പറ്റില്ല, കാരണം എ ബി സി എന്ന് പറഞ്ഞാൽ സിമ്പിളായി യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏത് പൊട്ടൻഷ്യൽ ആണെന്ന് പറയും. അവർ പറയുന്നു റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ തന്നിരിക്കുന്നെല്ലാം റിഡക്ഷൻ ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നാൽ റിഡക്ഷൻ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ എന്നാൽ ഓക്സിഡേഷൻ. അപ്പോൾ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം റിഡക്ഷനാണ്. റിഡക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വലിയ വാല്യൂസിനെ നമ്മൾ കാതോഡാക്കും. റിഡക്ഷനാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ വലിയ വാല്യൂസിനെ നമ്മൾ കാതോഡാക്കും. ഇതിലേതാ വലിയ വാല്യൂ? പ്ലസ് മൈനസ് മൈനസ്, എന്തായാലും വലിയ വാല്യൂ പ്ലസ് തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാതോഡ്. കാതോഡാകാൻ ചാൻസ് കൂടിയാണ്. ഓക്കെ, പിന്നെ ഈ രണ്ട് വാല്യൂസ് മൈനസ് 2.50 മൈനസ് 0.50, ഇതിലേതാ വലുത്? ചാടിക്കറി ഇതാണെന്ന് പറയരുത്. നെഗറ്റീവ് ആകുമ്പോൾ വലുതെന്ന് പറയുന്നത് ചെറിയ വാല്യൂ ആണ്. ഇതാണ് അപ്പം വലുത്. നെഗറ്റീവിൽ വലിയ വാല്യൂ ചെറിയ വാല്യൂ ആണ്. സോ സെക്കൻഡ് കാതോഡ്. ഇതെന്ന് പറഞ്ഞാൽ തേർഡ് കാതോഡ്. ഓക്കെ, ഇനി എന്താ പ്രശ്നം? കാതോഡാകാൻ ചാൻസ് കൂടിയ ആൾ ആനോഡാകാൻ ചാൻസ് കുറഞ്ഞ ആൾ, അങ്ങനെ. അപ്പം ഇത് നോക്കി, തേർഡ് കാതോഡ്, കാതോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ. അപ്പോൾ ഇയാൾ ഫസ്റ്റ് ആനോഡ്. ഇനി ഇതാ ഫസ്റ്റ് കാതോഡ്, കാതോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ, ആനോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ, തേർഡ് ആനോഡ്. 3 പേരുള്ളതുകൊണ്ട് തേർഡ് എന്നാക്കിയാണ്. തേർഡ് ആനോഡ്. ഇതോ സെക്കൻഡ് ആനോഡ്. പിന്നെ മാറ്റമില്ല, സെക്കൻഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ ആനോഡിൻ്റെ ഓർഡർ ഏതാ? ഫസ്റ്റ് ബി, സെക്കൻഡ് സി, തേർഡ് എ. ഏത് ഓർഡറാണ് പറഞ്ഞേക്കുന്നത്? അങ്ങനെ ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ലേ. ഓർഡർ ഓഫ് ദി റെഡ്യൂസിങ് പവർ. എല്ലാത്തിനകത്ത് ഇങ്ങനെ സിമ്പിൾ ഇട്ടേക്കുന്നത്. ഈ സിമ്പിളിൻ്റെ മീനിങ് എന്തുവാ? കൂടിയ ആളാണ് ഈ സൈഡിൽ വരുന്നത്. ഈ സിമ്പിളിൻ്റെ മീനിങ് എന്താ? കൂടിയ ആൾ ആ സൈഡിലാണ് വരുന്നത് എന്നാണ്. അപ്പോൾ കൂടിയ ആൾ വേണം ഈ സൈഡിൽ വരാം. ഏറ്റവും കൂടിയ ആൾ ആരാ? ബി. ബി. പിന്നെ സെക്കൻഡ് ആനോഡ് സി, തേർഡ് ആനോഡ് എ. ബി സി എ. എവിടെ? ബി സി എ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബി സി. ഏറ്റവും ചാൻസ് കൂടിയ ആൾ ബി, പിന്നെ സി, പിന്നെ എ. ബി സി എ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞ സാധനം ഓക്കെ ആണോ? ഇത് നമ്മൾ റിഡക്ഷൻ, ഇത് നമുക്ക് കണ്ടോ, ഇവിടെ നമുക്ക് ചൂസ് ചെയ്യണം. നേരത്തെ നമ്മൾ ഓക്സിഡേഷനിൽ നിന്ന് ആനോഡിൽ നിന്ന് ഓക്സിഡേഷൻ നടക്കുന്ന ആൾ ചൂസ് ചെയ്തു, കാതോഡിൽ നിന്ന് അങ്ങനെ ചൂസ് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് എ ബി സിമ്പിൾ ആയതുകൊണ്ട് അങ്ങനെ ഒരു ചൂസിങ് വരത്തില്ല. കാരണം മറ്റേ എടുത്ത് രണ്ട് സൈഡിലും രണ്ട് ഡിഫറൻറ്റ് ആൾക്കാരായിരുന്നു.
പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ABC എന്ന് സിമ്പിൾ ഇട്ടാൽ എളുപ്പമാണ്. ഇത് എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. ക്ലിയർ ആണല്ലോ ചെയ്യുന്നതെല്ലാം? ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പാസേജ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ ഡാനിയൽ സെൽ വെൻ സിങ്ക് ആൻഡ് കോപ്പർ ഇലക്ട്രോഡ്സ് ആർ കണക്റ്റഡ്. ഇലക്ട്രിസിറ്റി ഇൻ ഡാനിയൽ സെൽ. അപ്പം ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ആണ്, ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോയെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്. അപ്പോൾ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്. പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഓപ്ഷൻ. നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ്, എക്സ്റ്റേണൽ മീൻസ് ഔട്ട്സൈഡ് വഴിയാണ് ഫ്ലോ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എക്സ്റ്റേണൽ സർക്യൂട്ട്. എക്സ്റ്റേണൽ മീൻസ് പുറത്തെന്നുള്ള മീനിങ് ആണ്. ഇനി പക്ഷെ നമുക്കിവിടെ തന്നേക്കുന്ന കാഥോഡ് ആനോഡൊന്നല്ല. കാഥോഡിനും ആനോഡിനും പകരം നമ്മൾ എടുത്തേക്കുന്ന സെല്ല് ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ല് എന്തോ ഈ ഡാനിയൽ സെല്ല്. അപ്പോൾ ഡാനിയൽ സെല്ലിനെ പറ്റി നമുക്ക് കുറച്ച് സംസാരിക്കാം. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് സിങ്ക് കോപ്പർ സെല്ലിനെ വിളിക്കുന്ന പേരാണ് ഡാനിയൽ സെല്ല്. അവിടെ നമ്മൾ എടുക്കുന്ന മെറ്റൽ സിങ്കും കോപ്പറുമാണ്. സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നമ്മൾ രണ്ട് ഡിഫറൻറ്റ്, അത് പറഞ്ഞില്ലല്ലോ, ഗാൽവനിക് സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഡിഫറൻറ്റ് മെറ്റലാണ്. ഇലക്ട്രോളിറ്റിക് സെല്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം മെറ്റലാണ്. അതും ഒരു ഡിഫറൻസാണ്. നമ്മൾ ഗാൽവനിക് സെല്ലിൽ എന്താ പറഞ്ഞത്? ഗാൽവനിക് സെല്ലിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ കിട്ടുന്നു. ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവും കാഥോഡ് പോസിറ്റീവും. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. ഗാൽവനിക് സെല്ല് സ്പോണ്ടേനിയസ് ആണ്, ഇലക്ട്രോളിറ്റിക് സെല്ല് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഗാൽവനിക് സെല്ല് നമ്മൾ രണ്ട് ഡിഫറൻറ്റ് മെറ്റൽ എടുക്കും. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ ഒറ്റ മെറ്റലാണ് രണ്ടിടത്തായിട്ട് എടുക്കുന്നത്, സെയിം മെറ്റലാണ് എടുക്കുന്നത്. പക്ഷേ ഗാൽവനിക് സെല്ലിൽ രണ്ട് ഡിഫറൻറ്റ് മെറ്റൽ എടുക്കണമെങ്കിൽ വർക്ക് ചെയ്യത്തുള്ളൂ. അതുമാത്രമല്ല, ഗാൽവനിക് സെല്ലിൽ രണ്ട് ബീക്കറുണ്ട്. രണ്ട് ബീക്കറിലാണ് ഈ രണ്ട് മെറ്റലിനെ വെച്ചേക്കുന്നത്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ഒറ്റ ബീക്കറിലാണ് ഈ രണ്ട് മെറ്റലിനെ വെച്ചേക്കുന്നത് കേട്ടോ. അപ്പം സിങ്ക് കോപ്പർ സെല്ലിനെയാണ് നമ്മൾ ഡാനിയൽ സെൽ എന്ന് വിളിക്കുന്നത്. അവിടുത്തെ സിങ്ക് എന്ന് പറയുന്നത് ആനോഡും കോപ്പർ എന്ന് പറയുന്നത് കാഥോഡുമാണ്. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവ്, കാഥോഡിൻ്റെ ചാർജ് പോസിറ്റീവ്. അപ്പം സിങ്കിൻ്റെ ചാർജ്, സിങ്ക് എന്ന് പറയുന്ന ആനോഡും കോപ്പർ എന്ന് പറയുന്ന കാഥോഡുമാണ്. അപ്പം ഗാൽവനിക് സെല്ലിൻ്റെ എക്സാമ്പിളാണ് ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ല് സിങ്ക് കോപ്പർ സെല്ലാണ്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡും. ഓക്കെ, ഇനി ഈ ഗാൽവനിക് സെല്ലിന് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.10 വോൾട്ടാണ്. അത് പഠിച്ചു വെച്ചോണേ. ഗാൽവനിക് സെല്ലിൻ്റെ ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ 1.10 വോൾട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ 1.10 വോൾട്ട്. ഡാനിയൽ സെല്ലിൻ്റെ പൊട്ടൻഷ്യൽ 1.10 വോൾട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഡാനിയൽ സെല്ലിനെ പറ്റി സംസാരിക്കാനുള്ളത്. ഒന്ന് മനസ്സിലാക്കി വെച്ചേക്ക, കാര്യങ്ങളെല്ലാം ചോദിക്കാറുള്ളതാണ് നമുക്ക്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ ആണ്. നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ ഫ്ലോ അറിയാം, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട്. കാഥോഡ് ആരാ? കോപ്പർ. അപ്പോൾ കോപ്പറിൽ നിന്നും എന്തിലോട്ട്? സിങ്കിലോട്ട്. എവിടെ? കോപ്പർ ടു സിങ്ക്, കോപ്പർ ടു സിങ്ക്, സിങ്ക് ടു കോപ്പർ, നൺ ഓഫ് ദി അബവ്. കോപ്പർ ടു സിങ്ക്, കോപ്പർ ടു സിങ്ക്. ബട്ട് ഇൻസൈഡ് ഓഫ് ദി സെൽ, ഔട്ട്സൈഡ് ഓഫ് ദി സെൽ, ഇൻസൈഡ് ഓഫ് ദി സെൽ. എങ്ങനെ? എക്സ്റ്റേണൽ സർക്യൂട്ട്. സോ ഔട്ട്സൈഡ് ഓഫ് ദി സെൽ. ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പം സിങ്കിൽ നിന്ന് കോപ്പറിലോട്ട് ഔട്ട്സൈഡ് വഴി. ആൻസർ ഓപ്ഷൻ ബി ആണ്. കോപ്പറിൽ നിന്ന് സിങ്കിലോട്ട് ഔട്ട്സൈഡ് വഴി. സോറി. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ഗാൽവനിക് സെൽ വിച്ച് ഈസ് റോങ്. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗാൽവനിക് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്? ഒന്ന്, ആനോഡ് ഹാസ് നെഗറ്റീവ് പൊളാരിറ്റി. ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാണ്. ശരിയല്ലേ? ശരിയാണ്, ആനോഡിന് നെഗറ്റീവാണ്. കാഥോഡ് ഹാസ് പോസിറ്റീവ് പൊളാരിറ്റി. ശരിയാണ്, കാഥോഡിന് പോസിറ്റീവ് പൊളാരിറ്റിയാണ്. റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് ആനോഡ്. അത് തെറ്റല്ലേ? ആനോഡിൽ നടക്കുന്ന ഓക്സിഡേഷനും കാഥോഡിലാണ് റിഡക്ഷൻ നടക്കുന്നത്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, റിഡക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ് കാഥോഡ്. അത് ശരിയാണ്, റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡാണ്. സോ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ഓക്കെ, ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ, റിഡക്ഷൻ ക്വസ്റ്റ്യനകത്ത് എടുത്ത് പറഞ്ഞിട്ടുണ്ട് റിഡക്ഷൻ ആണെന്നുള്ളത്. ഓക്കെ, ഏതൊക്കെ മെറ്റൽ ഉണ്ട്? എ, ബി, സി, 3 മെറ്റൽസ് ഉണ്ട്. നമ്മളിത് ചെയ്തതാണെന്ന് തോന്നുന്നു അല്ലേ? നോട്ടെ, എ ബി സി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വാല്യൂസ് ഡിഫറൻ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, ഫൈൻ. 3 മെറ്റൽസ് ഉണ്ട്. ഞാൻ വാല്യൂസ് എഴുതാം. എയുടെ വാല്യൂ കൊടുത്തേക്കുന്നത് +0.5 വോൾട്ട്. ഓക്കെ,
ബിയുടെ വാല്യൂ കൊടുത്തേക്കുന്നത് -3 വോൾട്ട്, സിയുടെ വാല്യൂ കൊടുത്തേക്കുന്നത് മൈനസ് ഉണ്ട്, മൈനസ് ഇവിടെ ആയി പോയി കേട്ടോ, മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ, -1.2 വോൾട്ട്. അങ്ങനെ 3 വാല്യൂസും ഉണ്ട്. എന്ത് ചോദിച്ചേക്കുന്ന റെഡ്യൂസിങ് പവർ. ഓക്കെ, റെഡ്യൂസിങ് പവർ നമുക്കറിയാം. ആനോഡ് ഓക്സിഡേഷൻ നടക്കുന്ന ആളെ വിളിക്കുന്ന പേര് റെഡ്യൂസിങ് ഏജൻറ്റ്, റിഡക്റ്റൻ്റ്, റെഡ്യൂസിങ് പവർ. അപ്പോൾ ആനോഡാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആനോഡ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനകത്ത് പക്ഷേ തന്നിരിക്കുന്ന റിഡക്ഷനാണ്. റിഡക്ഷൻ ആണെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് കാഥോഡിനെയാണ്. ഇതിനകത്ത് ഏതാ വലിയ വാല്യൂ? അത് കാഥോഡ്. വലിയ വാല്യൂ ഏതാ? ഇത് ഫസ്റ്റ് കാഥോഡ്. അടുത്ത വാല്യൂ ഏതാ? 2 മൈനസ് ആണ് അടുത്തത് 2. അപ്പോൾ അതിനകത്ത് ചെറിയ വാല്യൂ ആണ് വലിയ വാല്യൂ. ഇതാണ് ചെറിയ വാല്യൂ, സെക്കൻഡ് കാഥോഡ്. ഇതോ തേർഡ് കാഥോഡ്. ഓക്കെ, ഇനി കാഥോഡാകാൻ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ, ആനോഡാകാൻ ഏറ്റവും ചാൻസ് കൂടിയ ആൾ. ഇത് ഫസ്റ്റ് ആനോഡ്, ഇത് തേർഡ് ആനോഡ്. എന്തുകൊണ്ടാണ് തേർഡ് ആയ? ഇത് ഫസ്റ്റ് ആണ്, അപ്പോൾ ഏറ്റവും ചാൻസ് കുറഞ്ഞ ആൾ സെക്കൻഡ് ആനോഡ്. ഇനി നമുക്ക് എഴുതാം. ഇത് നോക്കിയിട്ട് പറഞ്ഞേ, എന്ത് ചോദിച്ചേക്കുന്ന റിഡ്യൂസിങ് പവർ ഇങ്ങോട്ടാണ് ആരോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഏറ്റവും വലിയ ആളെ വേണം ഇവിടെ എഴുതുക. ഏറ്റവും വലിയ ആളാരാ? ബി. നെക്സ്റ്റ് ഏതാ വരുന്നത്? സെക്കൻഡ് സി. പിന്നെ ഏതാ? സെയിം ആൻസർ തന്നെ വന്നേക്കുന്നത് അല്ലേ? ബി സി. ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൾക്കാർ മാത്രമേ മാറിയുള്ളൂ, ക്വസ്റ്റ്യൻ സെയിം ആയിരുന്നു. ബി സി എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വന്നേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ദ ചാർജ് റിക്വയർഡ്. ഓക്കെ, വീണ്ടും ചാർജ് റിക്വയർഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ അതായിരുന്നു. ചാർജ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര ഇലക്ട്രോൺസ് വേണമെന്ന് നോക്കാം. അത്രയും ഫാരഡ്, അതിനെ പിന്നെ 96,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് Cr2O7 2- ആണ്. ഇത് 1 mol ആണ് എടുത്തേക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. 1 mol എടുത്തേക്കുന്നത്. അത് എന്തായിട്ട് മാറുന്നു? Cr3+ ആയിട്ട് മാറും. ഓക്കെ, നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഇവിടുത്തെ Crൻ്റെ ചാർജ് എനിക്കറിയാം 3+, പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ Crൻ്റെ ചാർജ് നിങ്ങൾ 2- ആണെന്ന് വിചാരിക്കരുത്. അത് Crൻ്റെ ചാർജ് അല്ല. കാരണം ഇവിടെ Crഉം Oയും ഉണ്ട്, രണ്ടിൻ്റെയും കൂടെ ചാർജാണ് -2. ഈ മുകളിൽ എഴുതി, ഇപ്പോൾ ഒറ്റ ഒരാൾ ഉള്ളൂവെങ്കിൽ മുകളിൽ എഴുതിയിരിക്കുന്ന അയാളുടെ മാത്രം ചാർജാണ്. ഇതുണ്ട് Crൻ്റെ മുകളിൽ 3+, അപ്പം Crൻ്റെ ചാർജ് 3+ ആണെന്ന്. പക്ഷേ 2 പേര് തന്നിട്ട് മുകളിൽ ചാർജ് എഴുതി കഴിഞ്ഞത് 2 പേരുടെയും കൂടെ ചാർജാണ്. അപ്പോൾ അതിൽ നിന്ന് മറ്റേ ആളുടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ Crൻ്റെത് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെ കണ്ടുപിടിക്കാം. എത്ര Cr ഉണ്ട് ഇവിടെ? 2 Cr ഉണ്ട്, ശരിയല്ലേ? 2 Crഉം എത്ര O ഉണ്ട്? 7 Oയും ഈക്വൽ ടു മുകളിലത്തെ ചാർജ് എത്രയാണ്? -2. മുകളിലൊന്നും ഇല്ലെങ്കിൽ നമ്മൾ =0 എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത്. മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ -2 എന്ന് കൊടുക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഓക്സിജൻ്റെ ചാർജ് നിങ്ങൾക്ക് കാണാതറിയാം. ഓക്സിജൻ്റെ ചാർജ് എത്രയാണ്? -2 ആണ്. ഹൈഡ്രജൻ്റെ എത്ര? +1 ആണ്. ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ എത്ര? -1 ആണ്. സോഡിയം, പൊട്ടാസ്യം ഇവരൊക്കെ എത്ര? +1 ആണ്. കാൽഷ്യം, പിന്നെ ബേരിയം ഇതൊക്കെ എത്ര? +2 ആണ്. മഗ്നീഷ്യം എത്ര? +2. അലൂമിനിയം എത്ര? +3. ഇതെല്ലാം കാണാതെ പിടിച്ച് വെക്കേണ്ട കുറച്ച് ചാർജുകളാണ്. ഓക്കെ, ഈ ചാർജുകളെല്ലാം. അപ്പോൾ അതിനകത്ത് ഈ Crൻ്റെ ചാർജ് നമുക്കറിയത്തില്ല, പക്ഷേ Oയുടെ ചാർജ് നമുക്കറിയാം -2. അത് കൊടുക്കുക. ഓക്കെ, കാരണം നമുക്ക് വേണ്ടത് Crൻ്റെ ചാർജ്. കാരണം ഇവിടെ Crൻ്റെ ആണെങ്കിൽ ഇവിടെയും Crൻ്റെയാണ് വേണ്ടത്. ഓക്കെ, അപ്പം 2 Crൻ്റെ ചാർജാണ് 7 × -2. ഓരോ Oയുടെ -2. അപ്പോൾ 7 × -2 -14. പ്ലസ് മൈനസ് വേർതിരിച്ചറിയാൻ ബ്രാക്കറ്റ് കൊടുത്തേക്കുന്നത്. അപ്പം 2 Cr = -2 ഇവിടെ നിൽപ്പുണ്ട്. -14 അപ്പുറം പോകുമ്പോൾ +14 ആവും. 2 Cr = +12 അല്ലേ? -2 +14 +12. സോ Crൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ +6 വരും. +6 Crൻ്റെ വാല്യൂ +6. അപ്പം +6 3 ആയിട്ട് മാറുന്നു. ഡിഫറൻസ് എത്ര ഇലക്ട്രോൺസിൻ്റെ ഡിഫറൻസാണ് വരുന്നത്? 3 ഇലക്ട്രോണിൻ്റെ. അപ്പം നമ്മൾ എന്ത് എഴുതും? ആൻസർ 3 ഫാരഡ്, അതായത് 3 × 96,500 കൂളോം. ഇത് എഴുതി നോക്കുക. ആൻസർ തെറ്റാം. കാരണം എന്താണെന്ന് അറിയാമോ? ക്വസ്റ്റ്യനകത്ത് എത്ര Cr ഉണ്ട്? 2 Cr ഉണ്ട്. അപ്പം 1 Crൻ്റെ ഡിഫറൻസ് ആണ് 3. 2 Cr ഡിഫറൻസ് ആകുമ്പോൾ 6 ആണ് വരുന്നത്. 6 ഫാരഡാണ് എടുക്കേണ്ടത്. അതേസമയം ഇവിടെ 2 ഇല്ലായിരുന്നെങ്കിൽ 3 തന്നെ ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ 2 ഉണ്ടല്ലോ. അപ്പം
ഒരു CR ഡിഫറൻസ് ആണ് നിങ്ങൾ 3 എടുത്തേക്കുന്നത്, 2 CR ഡിഫറൻസ് നിങ്ങൾ 6 ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഇൻ എഫക്റ്റ് 6 ഫാരഡ് ആണ് വരുന്നത്. 6 × 96,500 അതാണ് ആൻസർ വരുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. തിരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പം ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്തതിലോട്ട് പോകുന്നു. സെൽ കോൺസ്റ്റന്റ് ഹാസ് ദി യൂണിറ്റ്. സെൽ കോൺസ്റ്റന്റ് അതൊന്ന് പഠിച്ചു വെച്ചോണം, സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ L/A. L/A ആണ് നിങ്ങൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്. അതിനകത്ത് L എന്ന് പറയുന്നത് ലെങ്തും A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമാണ്. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ. പിന്നെ നമ്മൾ നോർമലി SI യൂണിറ്റ് എടുക്കുന്നത് മീറ്റർ ആണ്. മീറ്റർ എടുത്തിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ലെങ്തിന് നമ്മൾ M എന്ന് കൊടുക്കും. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഏരിയ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ്റെ ഏരിയ എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ നമ്മൾ മീറ്റർ സ്ക്വയർ വരും. കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്കും 1/m എന്ന് പറഞ്ഞു വരും. കാരണം ഇവിടുത്തെ 1 മീറ്റർ, ഇവിടുത്തെ 2 മീറ്റർ എന്ന് 1 മീറ്ററേ പോകത്തുള്ളൂ. സോ നമുക്ക് ഇൻ എഫക്റ്റ് എഴുതുന്നത് m/-1 എന്നാണ് വരുന്നത്. മീറ്റർ മുകളിൽ പോകുമ്പോൾ m/-1. അല്ലെങ്കിൽ നമുക്ക് രണ്ടിടത്തും സെൻറ്റിമീറ്റർ എടുക്കാം. അതായത് ലെങ്ത് സെൻറ്റിമീറ്റർ, ഏരിയ സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ. കട്ട് ചെയ്ത് പോകുമ്പോഴത്തേക്ക് 1/cm, അതായത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ മീറ്റർ ഇൻവേഴ്സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സോ. ഓക്കെ. അപ്പോൾ നമുക്ക് സെൻറ്റിമീറ്ററിലാണ് എല്ലാം തന്നേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി, സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. വേറെ ഒന്നുമില്ലല്ലോ. ആൻസർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അടുത്തിലോട്ട് പോകുന്നു. The electrode potential of a glass electrode depends on. ഈ ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ, ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ഇലക്ട്രോഡ്, ഗ്ലാസ് ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ഇലക്ട്രോഡുകൾ. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനായിരിക്കും? ഹൈഡ്രജനെ ആയിരിക്കും. കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ്, അത് ക്ലോറിൻ ഇലക്ട്രോഡ്സ് വേണം. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺ, കോൺസെൻട്രേഷൻ ഓഫ് KCl സൊല്യൂഷൻ അല്ല, നൺ ഓഫ് ദി അബോവ് അല്ല, കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. ഗ്ലാസ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നതും എന്തിനായിരിക്കും? ഹൈഡ്രജനെ ആയിരിക്കും. അതുകൊണ്ടാണ് ആൻസർ ഓപ്ഷൻ ബി വന്നത്. കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. അത് നോക്കി തന്നെ ചൂസ് ചെയ്യാം. ഓക്കെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇതാണ്. അയോണിക് മൊബിലിറ്റി ഈസ് ഈക്വൽ ടു, ഓക്കെ, speed of ion under the potential difference of 1 volt, speed of ion under the potential gradient, none of the above. അപ്പം എന്താണ് അയോണിക് മൊബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പീഡ് ഓഫ് അയോൺസ് അണ്ടർ യൂണിറ്റ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിനെയാണ് നമ്മൾ എന്താണെന്ന് വിളിക്കുന്നത്? അയോണിക് മൊബിലിറ്റി എന്ന് വിളിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. ഓർത്ത് വെച്ചോണേ, അയോണിക് മൊബിലിറ്റി, യൂണിറ്റ് പൊട്ടൻഷ്യൽ ഗ്രേഡിയൻറ്റിലുള്ള അയോൺസിൻ്റെ മൂവ്മെൻറ്റ്. Next, in the concentration cell, the electrical energy produced due to concentration cell, galvanic cell അല്ല, electrolytic cell അല്ല, concentration cell, the electrical energy is produced due to പേരിൽ തന്നെയുണ്ട് concentration cell. സോ എന്തായിരിക്കും? ഓക്സിഡേഷൻ ഓഫ് ഫ്യൂവൽ അല്ല, ഹീറ്റ് എനർജി അല്ല, കെമിക്കൽ റിയാക്ഷൻ ഗാൽവനിക് സെല്ലിലാണ്. ട്രാൻസ്ഫർ ഓഫ് സബ്സ്റ്റൻസ് ഫ്രം വൺ കോൺസെൻട്രേഷൻ ടു അനദർ. കോൺസെൻട്രേഷൻ ചേഞ്ച് വഴി ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് കോൺസെൻട്രേഷൻ സെല്ലുകൾ. ആ പേരിൽ തന്നെയുണ്ട്. നെക്സ്റ്റ്, ഹൗ മെനി ഫാരഡ് ഈസ് നീഡഡ് ടു പ്രൊഡ്യൂസ് 1 mole ഓഫ് MnO4- to Mn2+. നമ്മൾ നേരത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. MnO4- എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? Mn2+ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. നമുക്ക് ഇതിനകത്ത് നിന്ന് Mൻ്റെ ചാർജ് നമ്മൾ കണ്ടുപിടിച്ച് 2+ ആണ്. Mn ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, അതുകൊണ്ട് 2+ ഡയറക്റ്റായിട്ട് എഴുതാം. പക്ഷേ ഇവിടെ 2 പേരുള്ളതുകൊണ്ട് -1 ആണെന്ന് എഴുതാൻ പറ്റത്തില്ല. സൈഡിലോട്ട് താഴോട്ട് ചെയ്യണം. ഒരു Mn-നും എത്ര ഓയും ഉണ്ട്? 4O = -1. സോ Mn പ്ലസ് ഒരു O -2, 4 O അപ്പം -8 = -1. Mn is equal to -1 അവിടെ നിൽപ്പുണ്ട്. -8 അപ്പുറം +8 ആവും. ആൻസർ +7 വരും. +7. ഓക്കെ, ഡിഫറൻസ് വരുന്നത് 5 ആണ്. പിന്നെ ഒരു കാര്യം, ഒരു Mn ഉള്ളൂ, അതുകൊണ്ട് 5 തന്നെ എടുത്താൽ മതി, പ്രശ്നമില്ല. അപ്പം എത്ര ഫാരഡ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൂളോം ബാക്കി മാറ്റണ്ട. എത്ര ഫാരഡാണ്? 5 ഫാരഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, 5 ഫാരഡ്. കൂളോം ആണെങ്കിൽ 5 × 96. നെക്സ്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്? 1.
കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ. 2. കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ. Specific conductance of an electrolytic solution decreases with dilution. Equivalent conductance of an electrolytic solution increases with dilution. അപ്പോൾ ഞാൻ പറയാം ഇത്രയേ ഉള്ളൂ. കണ്ടക്ടൻസോ അല്ലെങ്കിൽ സ്പെസിഫിക് കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റിയോ സ്പെസിഫിക് കണ്ടക്ടൻസ്. കണ്ടക്ടിവിറ്റിയോ സ്പെസിഫിക് കണ്ടക്ടൻസ്. ഈ സാധനം ഇത് രണ്ടിലേത് വന്നാലും അത് ഡൈലൂഷൻ കൂടും തോറും ഇവർ കുറയും. ഡൈലൂഷൻ കൂടും തോറും ഇവർ കുറയും. അപ്പോൾ സ്പെസിഫിക് കണ്ടക്ടൻസോ കണ്ടക്ടിവിറ്റിയോ ഡൈലൂഷൻ കൂടും തോറും കുറയും. സ്പെസിഫിക് കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ. ശരിയാണ്. ചോദിച്ചേക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓപ്ഷൻ സി കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇനി മോളാർ കണ്ടക്ടൻസോ ഇക്വലൻ്റ് കണ്ടക്ടൻസോ, മോളാർ കണ്ടക്ടൻസോ ഇക്വലൻ്റ് കണ്ടക്ടൻസോ ഡൈലൂഷൻ കൂടുമ്പോൾ കൂടും. ഡൈലൂഷൻ കൂടുന്തോറും കൂടും. ഇക്വലൻ്റ് കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റ് സൊല്യൂഷൻ ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ. ശരിയാണ്. പിന്നെ ബാക്കി രണ്ട് കണ്ടക്ടൻസ് അതെന്തോ സാധനം? കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ. കണ്ടക്ടൻസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്ന മോളാർ കണ്ടക്ടൻസ് എന്ന് വിളിക്കുന്നത്. ഈ കണ്ടക്ടൻസ് ഓഫ് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോളാർ കണ്ടക്ടൻസ്. ഓക്കെ, മോളാർ കണ്ടക്ടൻസ് ഡൈലൂഷൻ കൂടുമ്പോൾ കൂടണം. ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ ശരിയാണ്. ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ തെറ്റാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി സ്പെസിഫിക് കണ്ടക്ടൻസ് രണ്ടും ഒന്ന് തന്നെയാണ്. അത് ഡൈലൂഷൻ കൂടുന്തോറും കുറയുക ചെയ്യുന്നത്. മോളാർ കണ്ടക്ടൻസ് അത് രണ്ടും 2ആണ്. മോളാർ കണ്ടക്ടൻസ് ഇത് രണ്ടും 1ആണ്, ഇത് രണ്ടും 2ആണ്. ഓക്കെ, അത് ഡൈലൂഷൻ കൂടുന്തോറും കൂടുക ചെയ്യുന്നത്. കാരണം ഇവിടെ ഡൈലൂഷൻ കൂടുന്തോറും നമ്പർ ഓഫ് അയോൺസ് കുറയും. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയും. ഓക്കെ, ഇവിടെ കൂടാൻ കാരണം അയോൺസിൻ്റെ എണ്ണം കൂടും, മൊബിലിറ്റി കൂടും. അതാണ് കാരണം. ക്ലിയർ? നെക്സ്റ്റ്, ദ കറക്റ്റ് വാല്യൂ ഓഫ് ഇ എം എഫ് ഓഫ് ദി സെൽ ഈസ് ഗിവൺ ബൈ. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് വാല്യൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ഇ സെൽ ഇസ് ഈക്വൽ ടു ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. ഓക്കെ, 2 ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് പ്ലസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. 3 റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് പ്ലസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. 4 ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് മൈനസ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചത്. നോക്കാം. നമ്മൾ നോർമലി പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഇതാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഇതും റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം, ഇതും രണ്ടും റിഡക്ഷൻ ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനൊരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ അത് വിട്ടേക്കാം. രണ്ടാമത്തെ നമുക്ക് ഇങ്ങനെ എഴുതാം. ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് പ്ലസ് ഈ ആനോഡ്. പക്ഷെ ഇങ്ങനെ എഴുതണമെങ്കിൽ ഈ കാഥോഡിൻ്റെ റിഡക്ഷൻ പൊട്ടൻഷ്യലും ആനോഡിൻ്റെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ആയിരിക്കണം. ഓക്കെ, ഇതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഈ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യലും ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം ഉണ്ടോ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, നോക്കിക്കേ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ ഉണ്ട്. ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ ആനോഡ് മൈനസ് ഈ കാഥോഡ്. ഇങ്ങനെ എടുക്കണമെങ്കിൽ ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ, ഇത് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. 2 ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആയിരിക്കണം. 2 ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ വരുമ്പോഴാണ് നമ്മൾ ആ ഇക്വേഷൻ ചൂസ് ചെയ്യുന്നത്. സോ അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ഓക്സിഡേഷൻ വരും. 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ്. സോ 2ഉം 4ഉം ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 4ഉം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് 3 ഇക്വേഷനാണ് വരുന്നത്. 2ഉം റിഡക്ഷൻ ആണെങ്കിൽ
കാഥോഡ് മൈനസ് ആനോഡ്. രണ്ട് ഓക്സിഡേഷൻ ആണെങ്കിൽ ആനോഡ് മൈനസ് കാഥോഡ്. ഒന്ന് ഓക്സിഡേഷൻ ഒന്ന് റിഡക്ഷൻ ആണെങ്കിൽ ആനോഡ് പ്ലസ് കാഥോഡ്. ഈ 3 ഇക്വേഷൻ ഓർത്ത് വെച്ച്. രണ്ടും റിഡക്ഷൻ ആണെങ്കിൽ കാഥോഡ് മൈനസ് ആനോഡ്. രണ്ട് ഓക്സിഡേഷൻ ആണെങ്കിൽ ആനോഡ് മൈനസ് കാഥോഡ്. ഒന്ന് ഓക്സിഡേഷൻ ഒന്ന് റിഡക്ഷൻ ആണെങ്കിൽ ആനോഡ് പ്ലസ് കാഥോഡ്. നെക്സ്റ്റ്, if the circuit is passed into a solution of an electrolyte, if a current is passed into a solution of an electrolyte, anions moves towards anode, cation moves towards cathode, anion and cation moves towards anode, anion moves towards, okay, നമുക്ക് നോക്കാം. അതായത് കറണ്ട് നമ്മൾ പാസ് ചെയ്യുന്നത്, കറണ്ട് പാസ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേര് ഇലക്ട്രോളിറ്റിക് സെൽ എന്നാണ്. കറണ്ട് പാസ് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേര് ഇലക്ട്രോളിറ്റിക് സെൽ എന്നാണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിനകത്ത് ആനോഡും ഉണ്ട്, അതേ കണക്ക് തന്നെ കാഥോഡും ഉണ്ട്. ആനോഡിൻ്റെ ചാർജ് എന്ന് പറയുന്നത് പോസിറ്റീവും അല്ലേ, കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവും. ഓക്കെ, ഇനി നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാറ്റയോണും കിട്ടും ആനയോണും കിട്ടും അല്ലേ. ഒരാൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴത്തേക്ക് കാറ്റയോണും കിട്ടും ആനയോണും കിട്ടും. കാറ്റയോണിൻ്റെ ചാർജ് പോസിറ്റീവും ആനയോണിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ പോസിറ്റീവ് പോകുന്നത് നെഗറ്റീവിലോട്ടായി, മീൻസ് കാറ്റയോൺ പോകുന്നത് കാഥോഡിലോട്ടും ആനയോൺ പോകുന്നത് ആനോഡിലോട്ടും ആയിരിക്കും. ഓക്കെ, അപ്പം ആനയോൺ ടുവേർഡ്സ് ആനോഡ്, കാറ്റയോൺ ടുവേർഡ്സ് കാഥോഡ്. ശരിയാണ്. ആനയോൺ പോകുന്നത് എന്താ ആനോഡിലോട്ടും കാറ്റയോൺ പോകുന്നത് കാഥോഡിലോട്ടും ആയിരിക്കും. ഇപ്പം NaCl ബ്രേക്ക് ഡൗൺ ചെയ്യും, എന്തൊക്കെ കിട്ടും? Na+ കിട്ടും, Cl- കിട്ടും. അതിൽ Na+ പോകുന്നത് കാഥോഡിലോട്ട്, റിഡക്ഷൻ നടന്ന് Na ആയിട്ട് മാറും. Cl- പോകുന്ന ആനോഡിലോട്ട്. ബാക്കി ആനയോൺ ആൻഡ് കാറ്റയോൺ മൂവ്സ് ടുവേർഡ്സ് ആനോഡ്. ഒരിക്കലുമില്ല, രണ്ട് അയോൺസ് ഒരു ഇതിലോട്ട് പോകത്തില്ല, സെയിം ചാർജസ് അടുത്തടുത്ത് പോകത്തില്ല. ആനയോൺ മൂവ്സ് ടുവേർഡ്സ് കാഥോഡ്, കാറ്റയോൺ മൂവ്സ് ടുവേർഡ്സ് ആനോഡ്. തെറ്റാണ്. നോ അയോൺ മൂവ്മെന്റ് ടേക്സ് പ്ലേസ്, അതും തെറ്റാണ്. നെക്സ്റ്റ്, ഇൻ എ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ, combustion of hydrogen occurs to generate heat, create a potential difference between two electrodes, produce high purity water, remove absorbed oxygen from the electrode surface. നോക്കിക്കോണേ, ഇൻ എ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ കമ്പഷൻ ഓഫ് ഹൈഡ്രജൻ ഒക്കേഴ്സ് ടു. എന്തിനാണ് ഹൈഡ്രജൻ്റെ കമ്പഷൻ നടക്കുന്നത്? അതായത് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലിൽ എന്തിനാണ് ഹൈഡ്രജൻ കമ്പഷൻ തരുന്നത്? ചെക്ക് ചെയ്ത് നോക്കാം ഓപ്ഷൻസ്. ഒന്നാമത്തെ ഓപ്ഷൻ ജനറേറ്റ് ഹീറ്റ്, ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ. ഹീറ്റും ഇത് നമ്മൾ ആക്ച്വലി നമ്മൾ ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പോളോ സ്പേസ് പ്രോഗ്രാമിലൊക്കെ നമ്മൾ യൂസ് ചെയ്തൊരു ഫ്യൂവൽ സെല്ലാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. ഇതെന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനെ നമ്മൾ പരസ്പരം കമ്പൈൻ ചെയ്യിപ്പിച്ച് അവർ തമ്മിൽ റിയാക്ഷൻ നടത്തി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ ഫ്യൂവലായിട്ടും ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന ആളുമായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്യൂവൽസിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെൽ. അപ്പോൾ ഫ്യൂവലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പെട്രോളോ ഡീസലൊന്നുമല്ല, ഹൈഡ്രജൻ, മീഥെയ്ൻ, മെത്തനോൾ തുടങ്ങിയ ആൾക്കാരാണ്. അതിനകത്തോട്ട് ഓക്സിജൻ കൊടുത്ത് അവരെ കത്തിക്കും. ഇത് ചെയ്താൽ നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ആവും. പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്യും, കാരണം ഹൈഡ്രജൻ ഓക്സിജനാണല്ലോ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും വർക്ക് ചെയ്യും. 3, ഇത് ബൈ പ്രൊഡക്റ്റ്, അതായത് ഹൈഡ്രജൻ ഓക്സിജനെ നമ്മൾ റിയാക്ട് ചെയ്താൽ കിട്ടുന്ന ബൈ പ്രൊഡക്റ്റ് വാട്ടറാണ്. ആ വാട്ടറിനെ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിനും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് 3 അതിൻ്റെ ഗുണങ്ങളാണ്. ആ ഗുണങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ആ ഗുണങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇവരെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഹീറ്റ് ജനറേറ്റ് ചെയ്യാനല്ല നമ്മൾ അവരെ യൂസ് ചെയ്യുന്നത്. 2, ക്രിയേറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്. 2 ഇലക്ട്രോഡുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യാൻ. ശരിയാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്താലേ നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്ലോ ഉണ്ടാകത്തുള്ളൂ. ശരിയാണ്. പ്രൊഡ്യൂസ് ഹൈ പ്യൂരിറ്റി വാട്ടർ, അത് ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കമ്പഷൻ നടത്തുന്നത് വെള്ളം ഉണ്ടാക്കാനല്ല, അത് ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനാണ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിലും ആക്ച്വലി അതൊരു ഒരു സെക്കൻഡറി സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിമൂവ് അബ്സോർഡ് ഓക്സിജൻ ഫ്രം ദി ഇലക്ട്രോഡ് സർഫസ്. ഇലക്ട്രോഡ് സർഫസിൽ അബ്സോർഡ് ഓക്സിജൻ ഒന്നുമില്ല, നമ്മൾ ഓക്സിജനും ഹൈഡ്രജനെയാണ് ഒരുമിച്ചാണ് സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, 2 സൈഡിൽ നിന്നായിട്ട് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, പ്യുവർ വാട്ടർ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബിക്കോസ്, ഞാൻ നേരത്തെയും പറഞ്ഞായിരുന്നു പ്യുവർ വെള്ളം ഒരിക്കലും ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. കാരണം ഒരു സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്തുണ്ടായിരിക്കണം? അയോൺസ് ഉണ്ടായിരിക്കണം. അയോൺസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. എന്തുകൊണ്ടാണ് പ്യുവർ വെള്ളത്തിൽ അയോൺസ് ഇല്ലാത്ത? പ്യുവർ വെള്ളം അയോൺസിനെ ഉണ്ടാക്കില്ല. വെള്ളം H+ഉം OH- ആയിട്ട് മാറിയാലേ അയോൺസ് ഉണ്ടാവും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. പക്ഷെ വെള്ളം അതിന് നിൽക്കത്തില്ല. ഓക്കെ, നോക്കാം.
ഈസ് ന്യൂട്രൽ. അത് ഒരു പരിധിവരെ ശരിയാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? ഇറ്റ് ഈസ് റെഡിലി ഡീകമ്പോസ്ഡ്. അത് പെട്ടെന്ന് ഡീകമ്പോസ് ആവും, വെള്ളം ഡീകമ്പോസ് ആവും. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഹാസ് ലോ ബോയിലിംഗ് പോയിന്റ്. അതും തമ്മിൽ എന്തോ ബന്ധം? ബോയിലിംഗ് പോയിന്റ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ടോട്ടലി അൺഅയണൈസ്ഡ്. അത് ഒരു ഓൾമോസ്റ്റ് അൺഅയണൈസ്ഡ് ആണ്. മീൻസ് അയണൈസ് ചെയ്യാത്ത ആൾക്കാരാണ്. അതല്ലേ കുറച്ചും കൂടെ ആപ്റ്റ്. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്, പക്ഷെ നമ്മുടെ ഈ ഒരു കൺസെപ്റ്റുമായിട്ട് ന്യൂട്രലിനൊരു ബന്ധം വരുന്നില്ല. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ആസിഡും അല്ല ബേസും അല്ല, അങ്ങനെ ഒരു കൺസെപ്റ്റാണ് വന്നേക്കുന്നത്. പക്ഷേ വെള്ളത്തിൻ്റെ കേസിൽ അത് ശരിയാണ്, പക്ഷെ നമ്മുടെ ക്വസ്റ്റിനുമായിട്ട് അത് മാച്ച് അല്ല. നമ്മുടെ ക്വസ്റ്റിനായിട്ട് മാച്ച് ടോട്ടലി അൺഅയനൈസ്ഡ് ആണ്. കാരണം വെള്ളം ഒരാൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിനകത്ത് അയോൺസ് വേണം. അയോൺസ് ഇല്ലാത്ത ആൾക്കാർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെ വെച്ചിട്ട് നോക്കുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, എ സെൽ നെസസറിലി ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ് ഓർ ഫ്യൂവൽ, എ പോറസ് ഡയഗ്രാം. ഓക്കെ, നോക്കാം. സെൽ നെസസറിലി ഡസ് നോട്ട് കണ്ടെയ്ൻ. സെല്ലില്ലാത്തത് ആനോഡ് ഉണ്ടല്ലോ, കാഥോഡ് ഉണ്ടല്ലോ, ഇലക്ട്രോലൈറ്റ് ആനോഡും കാഥോഡും മുക്കി വെക്കുന്ന സൊല്യൂഷൻ, പോറസ് ഡയഗ്രാം. അതിൻ്റെ ആവശ്യം നമുക്ക് ഇവിടെ ഇല്ല. ആൻസർ ഓപ്ഷൻ ഡി ആണ്. പോറസ് ഡയഗ്രത്തിൻ്റെ ആവശ്യമില്ല. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്, സാൾട്ട് ബ്രിഡ്ജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേണം. പോറസ് ഡയഗ്രാം വേണ്ട. നെക്സ്റ്റ്, സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് സൊല്യൂഷൻ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു സ്പെസിഫിക് കണ്ടക്ടൻസ് അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി. ഓക്കെ, എന്താ? ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ. തെറ്റാണ്. കാരണം കണ്ടക്ടിവിറ്റിയും സ്പെസിഫിക് കണ്ടക്ടൻസും ഡിക്രീസസ് വിത്ത് ഡൈലൂഷനാണ്. ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ. റിമെയിൻസ് അൺചേഞ്ച്ഡ്, ഡിപ്പെൻഡ്സ് മാസ് ഓഫ് ഇലക്ട്രോൺ. തെറ്റാണ്. അപ്പം സ്പെസിഫിക് കണ്ടക്ടൻസും കണ്ടക്ടിവിറ്റിയും ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ, മോളാർ കണ്ടക്ടൻസും ഇക്വലന്റ് കണ്ടക്ടൻസും ഇൻക്രീസസ് വിത്ത് ഡൈലൂഷൻ. നെക്സ്റ്റ്, when an electrolytic solution conduct electricity, current is carried by. ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ, ഒരു സൊല്യൂഷൻ കറണ്ടിനെ കൊണ്ടുപോകുമ്പോൾ, മെറ്റൽസ് കറണ്ടിനെ കൊണ്ടുപോകുമ്പോൾ ഇലക്ട്രോൺസ് ആണ് കറണ്ടിനെ കൊണ്ടുപോകുന്നത്. സൊല്യൂഷൻ കറണ്ടിനെ കൊണ്ടുപോകുമ്പോൾ അയോൺസ് ആണ് കൊണ്ടുപോകുന്നത്. ഏതൊക്കെ അയോൺസ്? കാറ്റയോണും ആനയോണും. ഇലക്ട്രോൺസ് കൊണ്ടുപോകുന്നത് ഏത് കണ്ടക്ടിവിറ്റിയുടെ കേസിലാണ്? മെറ്റാലിക് കണ്ടക്ടൻസിന്റെ കേസിലാണ്. ന്യൂട്രൽ ആറ്റംസ് ആൻഡ് നോൺ ആറ്റംസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, EMF ഓഫ് സെൽ ഇൻ ദ ടേം ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് റൈറ്റ് വെച്ചാൽ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയല്ലോ. എപ്പോഴും നിങ്ങൾ ആലോചിച്ചോളാം, ആനോട് ഇരിക്കുന്നത് ലെഫ്റ്റിലും, ഓക്കെ, കാഥോട് ഇരിക്കുന്നത് റൈറ്റിലുമാണ് കേട്ടോ. അതെപ്പോഴും ആലോചിച്ച് വെച്ചോണേ. ആനോട് ഇരിക്കുന്നത് എപ്പോഴും ലെഫ്റ്റിലും, കാഥോട് ഇരിക്കുന്നത് എപ്പോഴും റൈറ്റിലുമാണ്. ആനോട് ലെഫ്റ്റിലും, കാഥോട് റൈറ്റിലും. അങ്ങനെ നമ്മൾ വെക്കത്തുള്ളൂ, അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യത്തുള്ളൂ. ആനോട് ലെഫ്റ്റിലും, കാഥോട് റൈറ്റിലും. അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് കോമൺലി കേട്ടോ. ആനോട് ലെഫ്റ്റ്, കാഥോട് റൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് EMF ഓഫ് സെൽ ഇൻ ടേംസ് ഓഫ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. റിഡക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ടേംസ്. അപ്പോൾ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആകുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്? കാഥോടെ മൈനസ് ആനോട്. ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ ആകുമ്പോഴോ ആനോടെ മൈനസ് കാഥോട്. ഓക്സിഡേഷനും റിഡക്ഷനും ആകുമ്പോഴോ ആനോടെ പ്ലസ് കാഥോട്. ശരിയല്ലേ? അപ്പോൾ ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ അത് നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഈസൽ ഇസ് ഈക്വൽ ടു ഈ റിഡക്ഷൻ ആകുമ്പോഴത്തേക്ക് കാഥോടെ മൈനസ് ആനോട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ മാച്ച് ചെയ്യാം. ഈസ് ഈക്വൽ ടു കാഥോഡിൻ്റെ പകരം കാഥോഡ് ഏത് സൈഡ്? റൈറ്റ് സൈഡ്. ER മൈനസ് ഇ. ആനോഡ് ലെഫ്റ്റ് സൈഡ്. ER മൈനസ് EL. ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതല്ല. അതെന്തുവാ സാധനം? മൈനസ് ER പ്ലസ് EL. ഇങ്ങനെ മൈനസ് ER മൈനസ് EL വരും. അതല്ല. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഗാൽവനിക് സെൽ കൺവേർട്ട് chemical energy into electrical energy, electrical energy into chemical energy, metal from its elemental state to combined state, electrolyte into individual ions. എന്തായാലും ഇത് രണ്ടും അല്ല. കാരണം ഗാൽവനിക് സെൽ എന്താ ചെയ്യുന്നത് നമുക്കറിയാം. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ഗാൽവനിക് സെൽ ഇലക്ട്രോളിറ്റിക് സെൽ എന്താണ് ചെയ്യുന്നത്. ഗാൽവനിക് സെല്ല് കെമിക്കൽ റിയാക്ഷൻ നടന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നു. ഇലക്ട്രോളിറ്റിക് സെല്ല് ഇലക്ട്രിസിറ്റി കൊടുത്തിട്ട് കെമിക്കൽ റിയാക്ഷൻസിനെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഗാൽവനിക് സെല്ല് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷനെ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നു. കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആക്കി. ഇത് ചെയ്യുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ആ കാര്യം ചെയ്യുന്നു. നെക്സ്റ്റ്, ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് സാൾട്ട് ബ്രിഡ്ജസ്. സാൾട്ട് ബ്രിഡ്ജിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ് നോക്കിയാലോ? ടു അലോ അയോൺസ് ടു ഗോ ഫ്രം വൺ സെൽ ടു അനദർ.
ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലോട്ട് അയോൺസിനെ പോകാൻ സമ്മതിക്കുന്നു. തെറ്റ്. ടു പ്രൊവൈഡ് ലിങ്ക് ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്, രണ്ട് ഹാഫ് സെല്ലുകളുടെ ലിങ്ക്, രണ്ട് ഹാഫ് സെല്ലുകളെ പരസ്പരം ലിങ്ക് ചെയ്യാൻ അതിൻ്റെ ആവശ്യം നമുക്കില്ല. ഞാൻ സാൾട്ട് ബ്രിഡ്ജ് പറഞ്ഞപ്പോഴേ രണ്ട് ഫംഗ്ഷൻ പറഞ്ഞു. ഒന്ന് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക, രണ്ട് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അത് രണ്ടും മതി. കീപ് ദ EMF ഓഫ് സെൽ പോസിറ്റീവ് അല്ല, EMF എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കുന്നത് എന്താ, സാൾട്ട് ബ്രിഡ്ജ് അല്ല, അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആയതുകൊണ്ട് EMF പോസിറ്റീവായിട്ട് കീപ്പ് ആവുന്നതാണ്. അടുത്തത് ടു മെയിൻറ്റെയിൻ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ബിറ്റ്വീൻ ടു ഹാഫ് സെൽ. ശരിയാണ്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ സാൾട്ട് ബ്രിഡ്ജിൻ്റെ ഫംഗ്ഷൻ. നെക്സ്റ്റ്, ആൻ ഇൻക്രീസ് ഇൻ ഇക്വലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് വിത്ത് ഡൈലൂഷൻ ഈസ് മെയിൻലി ഡ്യൂ ടു. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ഡൈലൂഷൻ കൂടാൻ കാരണം, ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ഇക്വലന്റ് കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം. ഓക്കെ. ഇൻക്രീസ് ഇൻ അയോണിക് മൊബിലിറ്റി. ശരിയാണ്, അയോണിക് മൊബിലിറ്റി കൂടുന്നതാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടാൻ കാരണം. ഓക്കെ. 100% അയണൈസേഷൻ ആയിട്ട് നോർമൽ സൊല്യൂഷൻ അത് ഉണ്ടല്ലോ. ഇൻക്രീസ് ഇൻ ബോത്ത് ദി നമ്പർ ഓഫ് അയോൺസ് ആൻഡ് അയോണിക് മൊബിലിറ്റി. അയോൺസിൻ്റെ എണ്ണം കൂടുതൽ, അയോണിക് മൊബിലിറ്റി കൂടും അല്ല. ഓക്കെ, ഞാൻ പറയാം. ദാ നമ്മൾ പറഞ്ഞു കണ്ടക്ടിവിറ്റിയും ഓക്കെ സ്പെസിഫിക് കണ്ടക്ടൻസ് ഇത് രണ്ടും ഓക്കെ ഡൈല്യൂഷൻ കൂടുമ്പോൾ കുറയും. അത് സ്ട്രോങ് ആയാലും കുറയും, വീക്ക് ആയാലും കുറയും. നമ്മൾ എടുത്തേക്കുന്ന ഇവർ സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ ഓക്കെ വീക്ക് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ് ആണെങ്കിലോ രണ്ട് കേസിലും ഇതിന് കുറവാണ് വരുന്നത്. അതിന് കാരണം നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം, നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള അയോൺസിൻ്റെ എണ്ണം കുറയും. നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയും. ആ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് വോളിയം കുറയുന്നത് കൊണ്ടാണ് എന്താ കണ്ടക്ടിവിറ്റിയും സ്പെസിഫിക് കണ്ടക്ടൻസും ഡൈലൂഷൻ കൂടുമ്പോൾ കുറയുന്നത്. ഓക്കെ. രണ്ട് എന്താ മോളാർ കണ്ടക്ടൻസും ഈക്വലന്റ് കണ്ടക്ടൻസും. ഇത് രണ്ടും ഡൈലൂഷൻ കൂടുമ്പോൾ കൂടും. അത് സ്ട്രോങ്ങിൽ കൂടാൻ കാരണം അയോണിക് മൊബിലിറ്റി കൂടുന്നതാണ്. ഓക്കെ. വീക്കിന് ഇതിന് സെപ്പറേറ്റ് റീസണാണ്, ഇത് രണ്ടിനും ഒറ്റ റീസണാണ്, ഇതിന് സെപ്പറേറ്റ് റീസണാണ് ഈ രണ്ടെണ്ണത്തിനും. വീക്കിന് കൂടാൻ കാരണം അയോണിക് മൊബിലിറ്റിയും കൂടും, പിന്നെ നമ്പർ ഓഫ് അയോൺസും കൂടും. അപ്പോൾ ഈ അയോണിക് മൊബിലിറ്റി നമ്പർ ഓഫ് അയോൺസും കൂടുന്നത് വീക്കിൻ്റെ കേസിലാണ്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് സ്ട്രോങ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സ്ട്രോങ്ങിൽ എന്ത് മാത്രമേ ഉള്ളൂ? സ്ട്രോങ്ങിൻ്റെ കേസിൽ അയോണിക് മൊബിലിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഓപ്ഷൻ എ മാർക്ക് ചെയ്തേക്കുന്നത്, ഇൻക്രീസ് ഇൻ അയോണിക് മൊബിലിറ്റി. ഓക്കെ. നെക്സ്റ്റ്, ദ സെൽ കോൺസ്റ്റന്റ് ഈസ്. ഓൾറെഡി നമ്മൾ യൂണിറ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഞാൻ ഇക്വേഷനും പറഞ്ഞായിരുന്നു എന്തുവാ, L/A. L/A ആണ് നമ്മൾ സെൽ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുന്നത്, L/A. നെക്സ്റ്റ്, when electric current is passed through ionic hydride molten state. Okay. Ionic hydride. എന്ത് അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രൈഡ് H- നിങ്ങൾ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്, ശരിയല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ഹൈഡ്രജൻ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താ H+ എന്ന് നിങ്ങൾ വിളിക്കത്തുള്ളൂ. ഇത് ഹൈഡ്രൈഡ് എന്ന് വിളിച്ചാൽ H- ആണെന്ന് അർത്ഥം. ഓക്കെ. എല്ലാ കേസിലും ഹൈഡ്രജനെ പറ്റിയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പം അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പം ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യുമ്പോൾ ഇത് ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡും ഉണ്ട് കാഥോഡും ഉണ്ട്. ഇവിടെ ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവും കാഥോഡിൻ്റെ ചാർജ് നെഗറ്റീവുമാണ്. അയോണിക് ഹൈഡ്രൈഡ് എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താണെന്ന് അറിയാമോ? മെറ്റൽ ഹൈഡ്രൈഡാണ്. മെറ്റൽ ഹൈഡ്രൈഡിനെയാണ് നിങ്ങൾ അയോണിക് ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ NaH. ഇതിനകത്ത് NAയുടെ ചാർജ് പോസിറ്റീവും Hൻ്റെ ചാർജ് നെഗറ്റീവും. H നെഗറ്റീവ് വരുമ്പോഴാണ് ഈ മെറ്റൽസിൻ്റെ കൂടെ ഹൈഡ്രജൻ വരുമ്പോഴാണ് ഇതിനെ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. അല്ലാത്ത കേസിൽ നമ്മളിതിനെ ഹൈഡ്രൈഡ് എന്ന് വിളിക്കില്ല. മെറ്റലിൻ്റെ കൂടെ വരുമ്പോഴാണ് നമ്മളിതിനെ ഹൈഡ്രൈഡ് എന്ന് വിളിക്കുന്നത്. നോൺ മെറ്റലിൻ്റെ കൂടെ വരുമ്പോഴത്തേക്ക് ഹൈഡ്രജൻ കോമ്പൗണ്ട് എന്ന് വിളിക്കും, ഹൈഡ്രൈഡ് എന്ന് വിളിക്കില്ല. ഹൈഡ്രൈഡ് എന്ന് വിളിക്കാൻ കാരണം മെറ്റൽസിൻ്റെ കൂടെ വരുമ്പോൾ ഹൈഡ്രജൻ നെഗറ്റീവാണ് കാണിക്കുന്നത്, നോൺ മെറ്റൽസിൻ്റെ കൂടെ വരുമ്പോഴെല്ലാം ഹൈഡ്രജൻ പോസിറ്റീവാണ് കാണിക്കുന്നത്. ഓക്കെ. അപ്പം H- പോകുന്ന എങ്ങോട്ടായിരിക്കും? എന്തായാലും പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലത്തേ പോകത്തുള്ളൂ. അപ്പം H- പോകുന്നത് ആനോഡിലോട്ടാണ്. ആനോഡിൽ എന്തോ നടക്കുന്ന ഓക്സിഡേഷൻ. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ നോക്കാം.
ഹൈഡ്രജൻ ഇസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്, ഹൈഡ്രജൻ ഇസ് ലിബറേറ്റഡ് അറ്റ് കാഥോഡ്. തെറ്റാം. കാഥോഡിലോട്ടല്ല പോകുന്നത്, എങ്ങോട്ടാണ് പോകുന്നത്? ആനോഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റേ തെറ്റാം. ഹൈഡ്രജൻ അയോൺ മൈഗ്രേറ്റഡ് ടു കാഥോഡ്, അതും തെറ്റാം. കാഥോഡിലല്ല മൈഗ്രേറ്റ് ചെയ്യുന്നത്. നോ ചേഞ്ച് ടേക്സ് പ്ലേസ്, അതും തെറ്റാം. അപ്പോൾ ഹൈഡ്രജൻ ഈസ് ലിബറേറ്റഡ് അറ്റ് ആനോഡ്. അതെന്തോ ലിബറേറ്റഡ് അറ്റ് ആനോഡ്? H- പോകുന്ന ആനോഡിൽ, കാരണം ആനോഡിൻ്റെ ചാർജ് പോസിറ്റീവാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തെ നെഗറ്റീവായിട്ടുള്ള ആൾ പോത്തുള്ളൂ. നെഗറ്റീവായിട്ടുള്ള ആൾ നേരെ പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തോട്ട് പോകുന്നു. അവിടെ ചെന്ന് ഓക്സിഡേഷൻ എന്ന് ഇലക്ട്രോണിനെ കൊടുക്കുന്ന പ്രോസസ്സാണ് ഓക്സിഡേഷൻ. അപ്പോൾ H- എന്ന് പറയുന്ന ആൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു. ഇലക്ട്രോണിനെ കൊടുക്കുന്നത് മൈനസ് മീൻസ് ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണെന്നാണ്, അതിനെ എങ്ങ് കൊടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ എന്തായിട്ട് മാറും? H ആയിട്ട് മാറും. പിന്നെ ഈ H വേറൊരു H-മായിട്ട് കമ്പൈൻ ചെയ്ത് എന്തായിട്ട് മാറും? H2 ആയിട്ട് മാറും. അതാണ് ഹൈഡ്രജൻ ലിബറേറ്റഡ് ആയിട്ട് ആനോഡ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനകത്ത് നെഗറ്റീവ് പോകുന്ന ആനോഡിലോട്ടും പോസിറ്റീവ് പോകുന്നത് കാഥോഡിലോട്ടും. അങ്ങനെ മാത്രം ആലോചിച്ച് ക്വസ്റ്റ്യൻ ചെയ്യും. ആൻസർ ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റിലോട്ട് പോകുന്നു. ഡ്യൂറിങ് ദി ഇലക്ട്രോളിസിസ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് the number of ions produced is directly proportional to the ഇലക്ട്രോളിസിസിൻ്റെ സമയത്ത് നമ്പർ ഓഫ് അയോൺസ് പ്രൊഡ്യൂസ്ഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എത്ര അയോൺസ് പ്രൊഡ്യൂസ്ഡ് എന്നുള്ളത്. ഇത് ഫാരഡേയുടെ ലോ ആണ്. പ്രൊഡ്യൂസ്ഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തുവാ? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ്. എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നോ അത്രത്തോളം അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആകുമെന്നുള്ളതാണ് എന്താ നമ്മളുടെ ഫാരഡേയുടെ ഫസ്റ്റ് ലോ. എത്രത്തോളം ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അത്രത്തോളം അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആവും, അത്രത്തോളം വെയിറ്റ് നമുക്ക് കിട്ടും. ഇതാണ് ഫാരഡേയുടെ ഫസ്റ്റ് ലോ. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് അനുസരിച്ച് നമ്മൾ കൂടുതൽ ഇലക്ട്രിസിറ്റി കൊടുത്താൽ കൂടുതൽ അയോൺസ് ഉണ്ടാവും, കൂടുതൽ ആൾക്കാർ ഡെപ്പോസിറ്റ് ചെയ്യും, കൂടുതൽ മാസ് ഉണ്ടാവും. ഡ്യൂറിങ് ദ ഇലക്ട്രോളിസിസ് ഓഫ് ഫ്യൂസ്ഡ് NaCl which reaction occurs at anode? NaCl എങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? Na+ഉം Cl-. ഓക്കെ, ഇവിടെ കാഥോഡും ഉണ്ട് ആനോഡും ഉണ്ട്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും കാഥോഡ് നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ Na+ പോകുന്നത് കാഥോഡിലോട്ട്, Cl- പോകുന്നത് ആനോഡിലോട്ട്. റിയാക്ഷൻ ഒക്കേഴ്സ് അറ്റ് ആനോഡ്. ആനോഡിൽ എന്തുവാ? Cl- പോകുന്നു. ആനോഡിൽ നടക്കുന്ന പ്രോസസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ മീൻസ് ഇലക്ട്രോണിനെ കളയുന്നു. അപ്പോൾ ഇയാൾ ഇലക്ട്രോണിനെ കളയുന്നു. എന്നിട്ട് എന്തായിട്ട് മാറുന്നു? Cl ആയിട്ട് മാറും, ക്ലോറിനായിട്ട് പോകും. ക്ലോറിൻ അയോൺസ് ഓക്സിഡൈസ്ഡ്. സോഡിയം അയോൺസ് ഓക്സിഡൈസ്ഡ്. സോഡിയം അയോൺസ് പോകുന്നത് എങ്ങോട്ടാണ്? കാഥോഡിലോട്ടാണ്. കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷനാണ്. അപ്പോൾ സോഡിയം അയോൺസിന് റിഡക്ഷനാണ്. ക്ലോറൈഡ് അയോൺ റെഡ്യൂസ്ഡ് അല്ല. ക്ലോറിൻ അയോൺസിന് ഓക്സിഡേഷനാണ് സംഭവിക്കുന്നത് ആനോഡിൽ. സോഡിയം അയോൺസ് റെഡ്യൂസ്ഡ്. ശരിയാണ്. സോഡിയം റെഡ്യൂസ്ഡ് ആണ്, പക്ഷെ ആനോഡിലല്ല കാഥോഡിലാണ്. തെറ്റാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ക്ലോറൈഡ് അയോൺ ഓക്സിഡൈസ്ഡ്. ക്ലോറൈഡ് അയോൺസിന് ഓക്സിഡേഷൻ സംഭവിക്കും ആനോഡിൽ. ഈ സ്റ്റേറ്റ്മെന്റ് ഉണ്ടോ? സോഡിയം അയോൺസിന് റിഡക്ഷൻ ആണ്, പക്ഷെ എവിടെ അല്ല? ആനോഡിലല്ല. എവിടെ? കാഥോഡിലാണ്. ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. റിയാക്ഷൻ ഒക്കർ അറ്റ് ആനോഡ് എന്ന് എടുത്ത് പറഞ്ഞപ്പോൾ ആ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് പറയാവും. നെക്സ്റ്റ്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോകും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഫോർ ഫ്യൂവൽ സെൽ? ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഫ്യൂവൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ഒന്ന്, ദേ ആർ മോർ എഫിഷ്യൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഫ്യൂവൽ സെൽ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ നോർമൽ കൺവെൻഷണൽ ഗാൽവനിക് സെല്ലിനെ കാട്ടിയും ഈ ഫ്യൂവൽ സെൽ ഒരു ഗാൽവനിക് സെല്ലിന് എക്സാമ്പിൾ ആണ് കേട്ടോ. കാരണം ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ സെല്ലുകളും ഗാൽവനിക് സെല്ലിലാണ് വരുന്നത്. ദേ ആർ ഫ്രീ ഫ്രം പൊല്യൂഷൻ. ശരിയാണ്, പൊല്യൂഷൻ ഫ്രീ ആണ്. കാരണം നമ്മൾ കൊടുക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒക്കെയാണ്, അപ്പോൾ അത് പൊല്യൂഷൻ ഫ്രീ ആണ്. നെക്സ്റ്റ്, ദേ റൺ ടിൽ ദ റിയാക്ടൻസ് ആക്റ്റീവ്. എത്രത്തോളം റിയാക്ടൻസ് നമ്മൾ കൊടുക്കുന്നു അത്രത്തോളം സമയം ഇത് വർക്ക് ചെയ്യും. അത് മൂന്നും ശരിയാണ്. സോ ഓൾ ഓഫ് ദി അബോവ്. പിന്നെ എക്കോ ഫ്രണ്ട്ലിയും കൂടെ ആണ് കേട്ടോ. പിന്നെ ബൈ പ്രൊഡക്റ്റ് വാട്ടർ ആണ്, അത് നമുക്ക് വലിയ പ്രശ്നമൊന്നും അല്ലാത്ത ആളാണ്. ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യാം, അതും ഒരു അഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ്, കണ്ടക്ടിവിറ്റി ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കണ്ടക്ടിവിറ്റി. ഓക്കെ, ഡിക്രീസസ് ഓൺ ഡൈലൂഷൻ, ഇൻക്രീസസ് ഓൺ ഡൈലൂഷൻ, ഡസ് നോട്ട് ചേഞ്ചസ് ഡൈലൂഷൻ, ഡിപ്പെൻഡ്സ് ഓൺ ഡെൻസിറ്റി. എന്തുവാ? ഡിക്രീസസ് വിത്ത് ഡൈലൂഷൻ. ഡൈലൂഷൻ കൂടുമ്പോൾ കണ്ടക്ടിവിറ്റി കുറയും. മോളാർ കണ്ടക്ടിവിറ്റിയും ഇക്വലൻ്റ് കണ്ടക്ടിവിറ്റിയാണ് കൂടുന്നത്. നെക്സ്റ്റ്, ഇൻ കോൺസെൻട്രേഷൻ സെൽ 2 electrodes of different element, okay, 2 electrolytic solution of same electrolyte
but having different concentrations are used. Electrolyte of one strength but electrodes of two different concentrations are used. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കാം. Two electrodes are of different element. രണ്ട് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഈ കോൺസെൻട്രേഷൻ സെൽസ് കോൺസെൻട്രേഷൻ ആണ് ഡിഫറെൻ്റ് ആവുന്നത് കേട്ടോ. ടു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഓഫ് സെയിം ഇലക്ട്രോലൈറ്റ് ബട്ട് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ഇസ് യൂസ്ഡ്. ശരിയാണ്. ഒന്നില്ലെങ്കിൽ രണ്ട് ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എടുക്കുന്നു, സെയിം ഇലക്ട്രോലൈറ്റിൻ്റെയോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിൽ. അപ്പം ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ തന്നെ രണ്ട് സൊല്യൂഷൻ, അത് സെയിം ഇലക്ട്രോലൈറ്റ് തന്നെയാണ് പക്ഷേ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. ഇപ്പം കോപ്പർ സൾഫേറ്റ് തന്നെ എടുക്കുന്നു പക്ഷേ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. ഓക്കെ. ഇലക്ട്രോലൈറ്റ് ഓഫ് വൺ സ്ട്രെങ്ത് ബട്ട് ഇലക്ട്രോഡ്സ് ഓഫ് ടു ഡിഫറെൻറ്റ് കോൺസെൻട്രേഷൻ. ഇലക്ട്രോലൈറ്റ് ഒറ്റ സ്ട്രെങ്തിലാണ് പക്ഷേ ഇലക്ട്രോഡ്സ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനാണ്. ശരിയാണ്. നെക്സ്റ്റ്, ദ ഡിഗ്രി ഓഫ് അയണൈസേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, നേച്ചർ ഓഫ് സോൾവെൻറ്റ് എല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ. ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ചെയ്യും. മീൻസ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. ടെമ്പറേച്ചർ കൂടുന്തോറും അയണൈസേഷൻ കൂടും. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ അയോൺസ് പ്രൊഡ്യൂസ്ഡ് ആവും. നേച്ചർ ഓഫ് സോൾവെൻറ്റ്. എ ഗാൽവനിക് സെൽ കറണ്ട് ഫ്ലോസ് ഫ്രം. ഗാൽവനിക് സെല്ലിൽ കറണ്ട് എങ്ങനെ ഫ്ലോ ചെയ്യുന്നത്? ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യും. കാഥോഡ് ടു ആനോഡ്. എക്സ്റ്റേണൽ സർക്യൂട്ട്. കാഥോഡ് ടു ആനോഡ് ത്രൂ സൊല്യൂഷൻ അല്ല, ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ടാണ്. ഈ ആനോഡ് ടു കാഥോഡ് ത്രൂ എക്സ്റ്റേണൽ സർക്യൂട്ട്. കറണ്ട് ഇത് ഇലക്ട്രോണിൻ്റെ ഫ്ലോയും ടിക്കറ്റേക്കുന്ന കറണ്ടിൻ്റെ ഫ്ലോയും സൊല്യൂഷൻ വഴിയല്ല പോകുന്നത്, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴിയാണ്. നെക്സ്റ്റ്, ദ സ്റ്റാൻഡേർഡ് EMF ഓഫ് എ ഗാൽവനിക് സെൽ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം. EMF നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒന്ന്, സൈസ് ഓഫ് ദി ഇലക്ട്രോഡ്. സൈസ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ EMF കണ്ടുപിടിക്കാം? EMF ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സാണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF എന്ന് പറയുന്നത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. സൈസ് വെച്ചിട്ട് പറ്റത്തില്ല, pH വെച്ച് പറ്റത്തില്ല, എമൗണ്ട് ഓഫ് മെറ്റൽ വെച്ചിട്ട് പറ്റത്തില്ല. E0 വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചിട്ട് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ്, മോർ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ് ആവും. ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ഉണ്ടാക്കാനുള്ള കഴിവ്. മീൻസ് ഓക്സിഡേഷനിലാണ് പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്നത്. അതിനർത്ഥം അവർ കൂടുതൽ എന്തായിരിക്കും? ഓക്സിഡേഷൻ കാണിക്കും. മീൻസ് ടെൻഡൻസി ടു ഗെയിൻ ഇലക്ട്രോൺ അല്ല. മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന്? കാരണം മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. അതിനർത്ഥം ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. മോർ ഇലക്ട്രോ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. മോർ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതൽ. അങ്ങനെയുള്ളവർക്ക് ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഇലക്ട്രോൺ ലോസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ റിഡക്ഷൻ അതിനുള്ള ടെൻഡൻസി കുറവായിരിക്കും. റിഡക്ഷൻ കുറവാണെങ്കിൽ നമുക്ക് പറയാം റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറവായിരിക്കും. ഈ കുറവിനെയാണ് നിങ്ങൾ എന്തെന്ന് വിളിക്കുന്നത്? നെഗറ്റീവ് എന്ന് വിളിക്കുന്നത്. അതായത് നെഗറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഈ പോസിറ്റീവ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം? ഇത് പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം റിഡക്ഷൻ കൂടുന്നു. റിഡക്ഷൻ കൂടുന്നതിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നു. അതിനർത്ഥം ഓക്സിഡേഷൻ കൂടുന്നു എന്നല്ല, ഓക്സിഡേഷൻ കുറയുന്നു എന്നാണ്. അപ്പോൾ തിരിച്ചു വരും. അതായത് എപ്പോഴും ആലോചിച്ചോളാം, ഓക്സിഡേഷൻ കൂടിയാൽ റിഡക്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, റിഡക്ഷൻ കൂടിയാൽ ഓക്സിഡേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. തിരിച്ചും മറിച്ചും ആരാണോ കൂടുന്നത് അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഇപ്പോൾ കണ്ടോ, ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജ് വരുത്തണം. പോസിറ്റീവ് ചാർജ് വരുത്തുന്നത് എന്ത് വഴിയാണ്? ഓക്സിഡേഷൻ വഴിയാണ്. അപ്പോൾ ഓക്സിഡേഷൻ കൂടുന്നു, അപ്പം റിഡക്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. ഓക്സിഡേഷൻ്റെ വാല്യൂ പോസിറ്റീവ്. ഓക്സിഡേഷൻ കൂടിയാൽ ഓക്സിഡേഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആളുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. റിഡക്ഷൻ കൂടിയാൽ റിഡക്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, പക്ഷേ ഓക്സിഡേഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ്, the one which decreases the dilution is the one which decreases with dilution. ഡൈലൂഷൻ കൂടുമ്പോൾ കുറയുന്നത് അതെന്തുവാ? കണ്ടക്ടിവിറ്റിയും സ്പെസിഫിക് കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് ഉണ്ട് നമുക്ക്. കണ്ടക്ടിവിറ്റിയാണ് വേണ്ട, കണ്ടക്ടൻസ് അല്ല. ഇക്വലൻ്റ് കണ്ടക്ടൻസും മോളാർ കണ്ടക്ടൻസും കൂടുക ചെയ്യുന്നത്. കുറയുന്ന ആളെയാണ് ചോദിച്ചേക്കുന്നത്.
ഇൻ സാൾട്ട് ബ്രിഡ്ജ് KCl ഈസ് യൂസ്ഡ് ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് മാത്രം. അങ്ങനെയാണെങ്കിൽ NaCl യൂസ് ചെയ്താൽ പോരെ, പിന്നെ എന്തുകൊണ്ടാണ് KCl മാത്രം എടുത്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ടല്ല. ഇറ്റ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി അല്ല. The transport number of K plus and Cl minus are nearly same for both have same ionic mobility. അത് തന്നെയാണ് കാരണം. K പ്ലസിനും Cl മൈനസിൻ്റെ അയോൺസിൻ്റെ മൊബിലിറ്റി ഏകദേശം എന്താണ്, സിമിലർ ആണ്. അതാണ് അവരെ സാൾട്ട് ബ്രിഡ്ജിൽ എടുക്കാനുള്ള മെയിൻ കാരണം. ഡിഫറൻ്റ് ആണെങ്കിൽ അവിടെയും പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് സെയിം അയോണിക് മൊബിലിറ്റി ഉള്ള ആൾക്കാരെ എടുക്കുന്നത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് ഫ്രം. ഗാൽവനിക് സെല്ലിനെ അറിയാമല്ലോ നമുക്ക്, അതിൻ്റെ ഓപ്പോസിറ്റാണ് ആർക്ക്, ഇലക്ട്രോളിറ്റിക് സെൽ. ഗാൽവനിക് സെൽ എങ്ങനെ, ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും, കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് ടു എക്സ്റ്റേണൽ സർക്യൂട്ട്. സിമ്പിൾ. നെക്സ്റ്റ്, എ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഹാസ് സീറോ പൊട്ടൻഷ്യൽ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെയാണ് നിങ്ങൾ ഷീ എന്ന് വിളിക്കുന്നത്. ഷീക്ക് നമ്മൾ സീറോ പൊട്ടൻഷ്യലാണ് എടുത്തേക്കുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് സീറോ പൊട്ടൻഷ്യൽ ആക്കിയിരിക്കുന്നത്? ഹൈഡ്രജൻ ഈസ് ഈസിയർ ടു ഓക്സിഡൈസ്, അതുകൊണ്ടല്ല സീറോ പൊട്ടൻഷ്യൽ ആക്കിയിരിക്കുന്നത്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് അസ്യൂംഡ് ടു ബി സീറോ. ഹൈഡ്രജൻ ആറ്റം ഹാസ് ഓൺലി 1 ഇലക്ട്രോൺ. ഹൈഡ്രജൻ ഈസ് ദി ലൈറ്റസ്റ്റ് എലമെന്റ്. ഇത് തന്നെയാണ് റീസൺ. ദിസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഈസ് അസ്യൂംഡ് ടു ബി സീറോ. ആ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ സീറോ ആണെന്നുള്ളത് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചേക്കുകയാണ്. അതാണ് അതിൻ്റെ മെയിൻ കാരണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. നെക്സ്റ്റ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ ഗാൽവനിക് സെൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഗാൽവനിക് സെല്ലിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? ഒന്ന്, കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു കെമിക്കൽ എനർജി. റിഡക്ഷൻ ഒക്കർ അറ്റ് കാഥോഡ്, ഓക്സിഡേഷൻ അറ്റ് ആനോഡ്. ബോത്ത് A and C ആർ കറക്റ്റ്. ഓൺലി B ഈസ് കറക്റ്റ്. ചെക്ക് ചെയ്ത് നോക്കിയാലോ. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ശരിയാണ്. ഗാൽവനിക് സെല്ലിൽ കെമിക്കൽ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. തിരിച്ച് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ഇലക്ട്രോളിറ്റിക് സെൽ എന്നാണ് വിളിക്കുന്നത്. തെറ്റാണ്. റിഡക്ഷൻ ആനോഡിലും ഓക്സിഡേഷൻ, റിഡക്ഷൻ കാഥോഡിലും ഓക്സിഡേഷൻ ആനോഡിലും ശരിയാണ്. അപ്പം എയും സിയും ശരിയാണ് അല്ലേ? സോ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബോത്ത് A and C are correct. Next, the main difference between galvanic and electrolytic cell is galvanic cell use metal, electrolytic cell use non-metal. Galvanic cell are spontaneous, electrolytic cell are non-spontaneous. Galvanic cell produce AC, electrolytic cell produce DC. There is no significant difference. Galvanic cell are smaller size. എന്താ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവിടെ സിഗ്നിഫിക്കൻസ് ഡിഫറൻസ് ഇല്ല എന്നുള്ളത്. ഡിഫറൻസ് നമ്മൾ ഒരുപാടെണ്ണം പറഞ്ഞു കഴിഞ്ഞു. ആനോഡിൻ്റെ കേസ് പറഞ്ഞു, കാഥോഡിൻ്റെ കേസ് പറഞ്ഞു അല്ലേ? ഇനി ഗാൽവനിക് സെൽസ് ആർ സ്മാളർ ഇൻ സൈസ് അല്ല. ഗാൽവനിക് സെൽ പ്രൊഡ്യൂസ് AC, ഇലക്ട്രോളിറ്റിക് സെൽ പ്രൊഡ്യൂസ് DC. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കാരണം ഗാൽവനിക് സെൽ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോളിറ്റിക് സെൽ ഇലക്ട്രിസിറ്റി നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അവർ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. തെറ്റാണ്. പിന്നെ ഗാൽവനിക് സെല്ല് മെറ്റലും ഇലക്ട്രോളിറ്റിക് സെല്ല് നോൺ മെറ്റൽ. അതെന്താ സ്റ്റേറ്റ്മെൻറ്റാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗാൽവനിക് സെല്ലിൽ ഡിഫറൻറ്റ് മെറ്റലും ഇലക്ട്രോളിറ്റിക് സെല്ല് സെയിം മെറ്റലുമാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതാണ് ആൻസർ. ഞാനത് പറഞ്ഞായിരുന്നു. ഗാൽവനിക് സെല്ല് സ്പോണ്ടേനിയസും ഇലക്ട്രോളിറ്റിക് സെല്ല് നോൺ സ്പോണ്ടേനിയസും ആണ്. നെക്സ്റ്റ്, ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവ്. ബോത്ത് ഇലക്ട്രോഡ്സ് ഹാവ് സെയിം ചാർജ്. ചാർജ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഇലക്ട്രോലൈറ്റ് യൂസ്ഡ്. ഇലക്ട്രോഡ്സ് ആർ ന്യൂട്രൽ. എന്താ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ്, കാഥോഡ് നെഗറ്റീവ്. മറ്റേ തിരിച്ചു വരുന്നത് ഇലക്ട്രോളിറ്റിക് സെല്ലിലാണ്. നെക്സ്റ്റ്, in Daniel cell zinc bar zinc 2+ / copper 2+ bar copper, which statement is correct? ഇത് സെൽ റെപ്രസെൻറ്റേഷൻ ആണ് കേട്ടോ. നമ്മളിങ്ങനെയാണ് എഴുതുന്നത്, ആനോഡ് / കാഥോഡ്. ഈ / ലെഫ്റ്റ് സൈഡിൽ വരുന്ന ആനോഡും റൈറ്റ് സൈഡിൽ വരുന്ന കാഥോഡും. അപ്പോൾ ഇത് ആനോഡും ഇത് കാഥോഡുമാണ്. ഓക്കെ, നോക്കാം. സിങ്ക് ഇലക്ട്രോഡ് ഈസ് കാഥോഡ്. നോ, സിങ്ക് എന്ന് പറയുന്ന ആനോഡാണ്. തെറ്റ്. കോപ്പർ ഇലക്ട്രോഡ് ഈസ് ആനോഡ്. കോപ്പർ കാഥോഡാണ്. തെറ്റ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ എവിടെ നിന്ന് എങ്ങോട്ടാണ്? ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് ഗാൽവനിക് സെൽ അല്ലേ? ഓക്കെ, ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നത് കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണ്. കാഥോഡ് ആരാ? കോപ്പർ ടു സിങ്ക്. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം കോപ്പർ ടു സിങ്ക്. ശരിയാണ്. ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ. സിങ്ക് ടു കോപ്പർ എന്ന് പറയുമ്പോൾ ആനോഡ് ടു കാഥോഡ്. അത് ഇലക്ട്രോണിൻ്റെ ഫ്ലോ അല്ല, ഇലക്ട്രോണിൻ്റെ ഫ്ലോ ആണ്, കറണ്ടിൻ്റെ ഫ്ലോ അല്ല. ഓ സോറി, ഞാൻ പറയുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇലക്ട്രോണിൻ്റെ ഫ്ലോ വരുന്നത് കറണ്ടിൻ്റെ ഫ്ലോ വരുന്നത് കാഥോഡ് ടു ആനോഡ്. കാഥോഡ് ടു ആനോഡ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ഫ്ലോ വരുന്നതാണ് ആനോഡ് ടു കാഥോഡ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ ഫ്ലോ
ആനോഡ് സിങ്ക് ടു കോപ്പർ. ഇതാണ് ശരി, ഇത് തെറ്റാണ്. ഞാൻ കറണ്ട് വെച്ചാണ് പറഞ്ഞത്, പക്ഷേ ഇലക്ട്രോൺ ഫ്ലോ ആണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, അസർഷൻ. ഗാൽവനിക് സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ശരിയാണ്, ഗാൽവനിക് സെല്ല് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്നുണ്ട്. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻ ഗാൽവനിക് സെൽ സ്പോണ്ടേനിയസ് റിഡോക്സ് റിയാക്ഷൻ ഒക്കർ ദാറ്റ് പ്രൊഡ്യൂസ് ഇലക്ട്രോൺസ്. ഗാൽവനിക് സെല്ലിൽ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കർ ചെയ്യുന്നുണ്ട്, അതാണ് ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ശരിയാണ്, അതും ശരിയാണ്. കാരണം ഇലക്ട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്താലേ അവർക്ക് കെമിക്കൽ എനർജി എന്താക്കി മാറ്റാൻ പറ്റൂ, ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റാൻ പറ്റൂ. സോ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്, രണ്ടും എക്സ്പ്ലനേഷനും ആണ്. നെക്സ്റ്റ്, ഇലക്ട്രോളിറ്റിക് സെൽ ആനോഡ് ഈസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവ് ചാർജാണ്. ശരിയാണ്, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് പോസിറ്റീവും ഗാൽവനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവുമാണ്. ആനോഡ് ഈസ് കണക്റ്റഡ് ടു ദി പോസിറ്റീവ് ടെർമിനൽ ഓഫ് ബാറ്ററി ഓഫ് ഇലക്ട്രോളിറ്റിക് സെൽ. ശരിയാണ്, ആനോഡ് പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് പോസിറ്റീവ് ചാർജ് വരുന്നത്. ഓക്കെ, സോ അസോർഷനും ശരിയാണ്. ഈ ഗാൽവനിക് സെല്ലിലെ ആനോഡ് കണക്ട് ചെയ്തേക്കുന്നത് നെഗറ്റീവായിട്ടും ബാറ്ററിയുടെ നെഗറ്റീവായിട്ടാണ്. ഇലക്ട്രോളിറ്റിക് സെല്ലിൽ ആനോഡ് കണക്ട് ചെയ്തേക്കുന്നത് പോസിറ്റീവായിട്ട്. നെക്സ്റ്റ്, സാൾട്ട് ബ്രിഡ്ജ് ഈസ് എസെൻഷ്യൽ ഫോർ ഫംഗ്ഷനിങ് ഗാൽവനിക് സെൽ. സാൾട്ട് ബ്രിഡ്ജ് അലൗസ് ഇലക്ട്രോൺ ടു ഫ്ലോ ബിറ്റ്വീൻ ടു ഹാഫ് സെൽസ്. രണ്ട് ഹാഫ് സെൽസിനിടയ്ക്ക് ഇലക്ട്രോൺ ഫ്ലോയ്ക്ക് നമ്മുടെ സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നു. സാൾട്ട് ബ്രിഡ്ജ് എന്താ ചെയ്യുന്നത്? അത് ശരിയാണ്, സാൾട്ട് ബ്രിഡ്ജ് ഗാൽവനിക് സെല്ലിൻ്റെ ഫങ്ഷൻസ് എസെൻഷ്യലാണ്. അത് ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ എന്താ അതേ കണക്ക് തന്നെ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഈ രണ്ട് ഫങ്ഷനല്ലേ ഉള്ളൂ. വേറെ ഫംഗ്ഷൻ വല്ലതും അതിനുണ്ടോ? ഇല്ല. അപ്പോൾ എന്താ, ഇത് തെറ്റാ, ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാ. സാൾട്ട് ബ്രിഡ്ജാണ് ഇലക്ട്രോൺസിനെ ഫ്ലോ ചെയ്യാൻ അലോ ചെയ്യുന്നത്. അപ്പോൾ അസേർഷൻ ശരിയും റീസൺ തെറ്റുമാണ്. അസേർഷൻ ട്രൂ, റീസൺ ഫാൾസ്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഹാസ് സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ശരിയാണ്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. ഇറ്റ് ഈസ് യൂസ്ഡ് as റെഫറൻസ് ഇലക്ട്രോഡ് ഫോർ മെഷറിംഗ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ഇതിനെ നമ്മൾ റെഫറൻസ് ഇലക്ട്രോഡ്, അത് റെഫറൻസ് ഇലക്ട്രോഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ്. സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ റെഫറൻസ് ഇലക്ട്രോഡായിട്ട് യൂസ് ചെയ്യുന്നത്. സീറോ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആക്കി വെച്ചേക്കുന്നത് തന്നെ, അസ്യൂം ചെയ്തേക്കുന്നത് തന്നെ നമുക്ക് ബാക്കിയുള്ള ആൾക്കാരുടെ എന്ത് കണ്ടുപിടിക്കാനാണ്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. നെക്സ്റ്റ്, EMF ഓഫ് എ ഗാൽവനിക് സെൽ ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഗാൽവനിക് സെല്ലിൻ്റെ EMF എപ്പോഴും പോസിറ്റീവാണ്. ഓക്കെ, ഗാൽവനിക് സെൽ ഇൻവോൾവ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ വിത്ത് നെഗറ്റീവ് ഡെൽറ്റ ജി. ഗാൽവനിക് സെല്ലിന് എപ്പോഴും ആ പോസിറ്റീവ് EM, നമുക്ക് ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, ഡെൽറ്റ ജി = -NF E സെൽ. അപ്പം ഇയുടെ വാല്യൂ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരുന്നാലേ ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവ് ആവും. കാരണം ഇത് നെഗറ്റീവ് ആയാൽ നെഗറ്റീവും പോസിറ്റീവായി പോകും. അപ്പോൾ ഡെൽറ്റ ജി പോസിറ്റീവ് ആവും. ഡെൽറ്റ ജി പോസിറ്റീവ് ആയാൽ നോൺ സ്പോണ്ടേനിയസ് ആവും. അപ്പം എപ്പോഴും ഗാൽവനിക് സെല്ലിൻ്റെ ഈ സെല്ലിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, എങ്കിലേ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിട്ട് നിൽക്കത്തുള്ളൂ. ശരിയാണ്, അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ വെച്ചിട്ട് അസേർഷനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ്, ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ് പ്ലേറ്റിംഗ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അത് തന്നെ. ഡ്യൂറിങ് ഇലക്ട്രോപ്ലേറ്റിംഗ് ദ ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ് ആക്ട് ആസ് കാഥോഡ്. ഏത് ഒബ്ജക്റ്റിനെയാണോ പ്ലേറ്റ് ചെയ്യണം, ഒബ്ജക്റ്റ് ടു ബി പ്ലേറ്റഡ്, ഏത് ഒബ്ജക്റ്റിനെയാണ് നിങ്ങൾ പ്ലേറ്റ് ചെയ്യാൻ പോകുന്നത്, അത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നു. മെറ്റൽ അയോൺസ് ഗെറ്റ് റെഡ്യൂസ്ഡ് ആൻഡ് ഡെപ്പോസിറ്റഡ് ഓൺ കാഥോഡ് സർഫസ്. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ഗോൾഡ് പ്ലേറ്റിംഗ് ആണെങ്കിൽ, ഇപ്പോൾ ഇതിനകത്താണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നിങ്ങൾ കാഥോഡാക്കി വെക്കും, ഗോൾഡിനെ നിങ്ങൾ ആനോഡാക്കി വെക്കും. എന്നിട്ട് ഗോൾഡിൽ നിന്നുള്ള ആൾക്കാർ നമ്മുടെ ഇതിനകത്ത് വന്ന് പറ്റിപ്പിടിക്കും. ശരിയാണ്, അസേർഷനും ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ അസേർഷൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്. നെക്സ്റ്റ്, concentration cells generate EMF even when the same electrodes are used. EMF depend only on the nature of electrodes. അപ്പം കോൺസെൻട്രേഷൻ സെൽസ് EMF ജനറേറ്റ് ചെയ്യുന്നുണ്ട് സെയിം ഇലക്ട്രോഡ്സ് യൂസ് ചെയ്താലും. EMF ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദി കോൺസെൻട്രേഷൻ ഓഫ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കോൺസെൻട്രേഷനെ മാത്രം നേച്ചറിനെ അല്ല ഡിപ്പെൻഡ് ചെയ്യുന്നത്, കോൺസെൻട്രേഷനെയാണ്. കോൺസെൻട്രേഷൻ സെല്ലിൽ EMF ഡിപ്പെൻഡ് ചെയ്യുന്നത് കോൺസെൻട്രേഷനെയാണ്. സോ അസേർഷൻ ശരിയും റീസൺ തെറ്റുമാണ്. കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് ഗാൽവനിക് സെൽ. കുറച്ച് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. 1, ഗാൽവനിക് സെൽ കൺവേർട്ട് കെമിക്കൽ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ശരിയാണ്, ഗാൽവനിക് സെല്ല് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന സെല്ലുകളെല്ലാം ഗാൽവനിക് സെല്ലാണ്. 2,
ഗാൽവനിക് സെൽ ആനോഡ് ഈസ് നെഗറ്റീവ്ലി ചാർജ്. ശരിയാണ്, ആനോഡിന്റെ ചാർജ് നെഗറ്റീവും കാഥോഡിന്റെ ചാർജ് പോസിറ്റീവാണ്. സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ഗാൽവനിക് സെൽ. ശരിയാണ്, ഡെൽറ്റ ജിയുടെ വാല്യൂ നെഗറ്റീവാണ്, കാരണം സെൽ പൊട്ടൻഷ്യൽ പോസിറ്റീവാണ്. എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. സെക്കൻഡ് വൺ, ഇലക്ട്രോളിറ്റിക് സെൽ റിക്വയർ എക്സ്റ്റേണൽ ഇലക്ട്രിക് ആണ്. ശരിയാണ്, ഇലക്ട്രോളിറ്റിക് സെല്ലിൽ നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലേ സെല്ല് വർക്ക് ചെയ്യത്തുള്ളൂ. ഇലക്ട്രോളിറ്റിക് സെൽ കാഥോഡ് ഈസ് കണക്റ്റഡ് ടു നെഗറ്റീവ് ടെർമിനൽ. ശരിയാണ്, ആനോഡ് പോസിറ്റീവ് ടെർമിനലിലും കാഥോഡ് നെഗറ്റീവ് ടെർമിനലും. ഓക്കെ, ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഗാൽവനിക് സെല്ലിൽ. നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ഒക്കേഴ്സ് ഇൻ ഇലക്ട്രോളിറ്റിക് സെൽ. കാരണം നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്താലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഹെൽപ്പ് ഉണ്ടെങ്കിലേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് നോൺ സ്പോണ്ടേനിയസ് ആണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ്, ഓക്സിഡേഷൻ ആൾവേസ് ഒക്കർ അറ്റ് ആനോഡ്. ശരിയാണ്, ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലങ്ങളാണ് ആനോഡ്. റിഡക്ഷൻ ആൾവേസ് ഒക്കേഴ്സ് അറ്റ് കാഥോഡ്. അതും ശരിയാണ്. ആനോഡ് ഈസ് ഓൾവേസ് പോസിറ്റീവ്ലി ചാർജ്ഡ്. അത് തെറ്റാണ്. ആനോഡ് നെഗറ്റീവ് ചാർജ് ആകുന്നുണ്ട് ഗാൽവനിക് സെല്ലിൽ. ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോളിറ്റിക് സെല്ലില്ല. എപ്പോഴും പോസിറ്റീവ് മാത്രമേ ആകൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ 1ഉം 2ഉം മാത്രമേ ഉള്ളൂ ശരി. സ്റ്റേറ്റ്മെന്റ് 1 and 2. നെക്സ്റ്റ്, സിങ്ക് ആക്ടസ് ആനോഡ് ആൻഡ് കോപ്പർ ആക്ടസ് കാഥോഡ്. ഇത് നമ്മളുടെ സിങ്കും കോപ്പറും ഡാനിയൽ സെല്ലിനെ പറ്റിയാണ് പറയുന്നത്. സിങ്ക് ആനോഡും കോപ്പർ കാഥോഡും. ശരിയാണ്. ഇലക്ട്രോൺ ഫ്ലോ ഫ്രം സിങ്ക് ടു കോപ്പർ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട്, അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ടാണ് ഇലക്ട്രോൺ ഫ്ലോ. ശരിയാണ്. എക്സ്റ്റേണൽ സർക്യൂട്ട്. സിങ്ക് ഇലക്ട്രോഡ് ഡിസോൾവ് ഡ്യൂറിങ് സെൽ ഓപ്പറേഷൻ. സിങ്ക് ഡിസോൾവ്, കാരണം ഓക്സിഡേഷൻ നടക്കുന്നതിനനുസരിച്ച് സിങ്ക് തീർന്നുകൊണ്ടിരിക്കും. റിഡക്ഷൻ നടക്കുന്നതിനനുസരിച്ച് കോപ്പർ കൂടിക്കൊണ്ടിരിക്കും. എപ്പോഴും ആനോഡ് തീരുകയും കോപ്പർ കൂടുകയും ചെയ്യും. കോപ്പറല്ല, കാഥോഡ് കൂടുകയും ചെയ്യും. എല്ലാ ഗാൽവനിക് സെല്ലിലും ആനോഡ് തീരുകയും കാഥോഡ് കൂടുകയും ചെയ്യും. അപ്പോൾ സിങ്ക് തിരികെയും കോപ്പർ കൂടുകയും ചെയ്യും. ഇവിടെ സിങ്ക് ഇലക്ട്രോഡ് ഡിസോൾവ് മീൻസ് വെള്ളത്തിൽ വീഴുന്നു എന്നാണ്, അതായത് ഇല്ലാണ്ടാവുന്നു എന്നാണ്. ശരിയാണ്. ഓൾ സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്. നെക്സ്റ്റ്, കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് സാൾട്ട് ബ്രിഡ്ജ്. സാൾട്ട് ബ്രിഡ്ജ് കംപ്ലീറ്റ് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട്. സാൾട്ട് ബ്രിഡ്ജ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ഒരു ഫംഗ്ഷൻ അതാണ് പറഞ്ഞത്. സാൾട്ട് ബ്രിഡ്ജ് പ്രിവെന്റ് മിക്സിംഗ് ഓഫ് ഇലക്ട്രോലൈറ്റിന്റെ മിക്സിംഗ് പ്രിവെന്റ് ചെയ്യുന്നു. സാൾട്ട് ബ്രിഡ്ജ് അലോ ഇലക്ട്രോൺ ടു ഫ്ലോ ബിറ്റ്വീൻ 2 ഹാഫ് സെൽസ്. അത് തെറ്റാണ്. 2 ഹാഫ് സെൽസിനിടയ്ക്ക് ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാൻ സാൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നില്ല. 1ഉം 2ഉം മാത്രമാണ് ശരി. 1 and 2. Next, consider the following statement about EMF of cell. EMF is equal to E0 cathode minus E0 anode. ശരിയാണ്. പോസിറ്റീവ് ഇയോൺ ഇൻഡിക്കേറ്റ് സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതായത് ഇ എം എഫിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അറിയാം ഡെൽറ്റ ജിയുടെ വാല്യൂ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ജി ഇസിക്കൽ ടു മൈനസ് എൻ എഫ് ഈ സെൽ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയാൽ ഡെൽറ്റ ജി നെഗറ്റീവ് ആവും, സ്പോണ്ടേനിയസ്. അപ്പം എപ്പോഴും ഇ എം എഫ് പോസിറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവും. ഇ എം എഫ് നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ നോൺ സ്പോണ്ടേനിയസ് ആവും. ശരിയാണ്. ഇ എം എഫ് ഡിപ്പെൻഡ് ഓൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഓൺലി. ഇലക്ട്രോഡ് മെറ്റീരിയലിനെ അല്ല, കോൺസെൻട്രേഷനെയാണ് ഇ എം എഫ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ 1ഉം 2ഉം മാത്രം. സ്റ്റേറ്റ്മെൻറ്റ് 1 and 2.